السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. الصلاة والسلام عليك يا سيدي يا سندي يا رسول الله. خذ بيدي قلت حيلتي أدركني. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل جاء الحق وزهق الباطل إن الباطل كان زهوقا. صدق الله مولانا العلي العظيم. وقال سيدنا وسندنا ومصطفانا ومنجينا وهادينا ومرشدنا وقرة أعيننا وثمرة فؤادنا وقطعة كبدنا وراحة قلوبنا محمد صلى الله عليه وسلم. يكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم فإياكم وإياهم لا يضلونكم ولا يفتنونكم. صدق وصدق وبلغه الرسول النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. محمد ذكره روح لأنفسنا محمد شكره فرض على الأمم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ثم رضي الله عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى
യാ വാസിഅൽ കറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അനുഗ്രഹീതവും പ്രൗഢവുമായ ഈ വേദിയെ തന്റെ ധന്യ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന ബഹുമാന്യനായ തങ്ങളവർകൾ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാർ, എനിക്ക് മുമ്പേ വളരെ വിശദമായി താൻ മനസ്സിലാക്കിയിട്ടുള്ള സത്യങ്ങളെ വളരെ വ്യക്തമായി അനാവരണം ചെയ്തുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്ത അഭിവന്യരായ മുഹമ്മദ് സാഹിബ് രാമന്തളി, എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെയും മറ്റ് കീഴ്ഘടകങ്ങളുടെയും പോഷക സംഘടനകളുടെയും കർമ്മോത്സുകരായ പ്രവർത്തകരെ, നല്ലവരായ സത്യവിശ്വാസി സഹോദരീ സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ അനുഗ്രഹീതമായ സംഗമം നമ്മിൽ നിന്ന് സ്വീകരിച്ച് സ്വാലിഹായ അമലായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ ഇതിലുപരി സന്തോഷത്തോടുകൂടി നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാൻ അല്ലാഹു നമുക്കും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും, അസത്യം അസത്യമായി തിരിച്ചറിയാനും അതിനെ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നിന്ന് തിരസ്കരിക്കാനും അതിനെതിരെ ധർമ്മസമര രംഗത്തിറങ്ങാനും അല്ലാഹു നമുക്ക് തൗഫീഖും സൽബുദ്ധിയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മഹാനായ ഒരു വലിയന്റെ സാന്നിധ്യം കൊണ്ട്, ആത്മീയമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു പ്രദേശത്താണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ മഹാനുഭാവന്റെ വഴിയിൽ, അദ്ദേഹം തൃപ്തിപ്പെടുന്ന, അദ്ദേഹം ഇഷ്ടപ്പെടുന്ന വഴിയിൽ ജീവിക്കാനും അങ്ങനെ മുന്നോട്ടു പോവാനും നമുക്കും വരുന്ന തലമുറകൾക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഫൈളും ബർക്കത്തും സദാസമയം അല്ലാഹു നമുക്ക് പകർന്നു നൽകട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി തരട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയാദർശങ്ങളും സത്യത്തിന്റെ സന്ദേശങ്ങളും കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന മഹത്തായ ലക്ഷ്യവുമായി ഈ കോഴിപ്പുറം പ്രദേശത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ SKSSF-ന്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ സംഘടിപ്പിച്ചിട്ടുള്ള സമസ്ത ആദർശ വിശദീകരണ സമ്മേളനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന കേരള മുസ്ലിങ്ങളുടെ ആധികാരിക പരമോന്നത പരമാധികാര മതപണ്ഡിത പ്രസ്ഥാനം എന്താണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, എന്താണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, സമസ്തയുടെ ആദർശങ്ങൾ എന്താണ്, സമസ്തയുടെ ആശയങ്ങൾ എന്താണ്, സമസ്തയുടെ നിലപാടുകൾ എന്താണ് എന്ന് വളരെ കൃത്യമായി പഠിച്ചവരും ബോധവും ബോധ്യവുമുള്ളവരുമാണ് നമ്മളൊക്കെ. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലക്ഷ്യങ്ങളും നിലപാടുകളും നയങ്ങളും വ്യക്തമാണ്. അതൊക്കെ കാണുന്നവരാണ്, അതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അതൊക്കെ നോക്കിക്കാണുന്നവരാണ് നമ്മളൊക്കെ. മാത്രമല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളുടെ നല്ല ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ആ നല്ല ഫലങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും എല്ലാ മേഖലകളിലും പരിശുദ്ധമായ ഈ പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യത്തിന്റെ ഗുണഫലങ്ങൾ നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. കോഴിപ്പുറത്ത് മാത്രമല്ല, പള്ളിക്കൽ ബസാറിലെ മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ സാന്നിധ്യം അടയാളപ്പെടുത്തിയിട്ടുള്ള
കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലെയും മുസ്ലിം സഹോദരീ സഹോദരങ്ങൾ, മുസ്ലിം ജനസമൂഹം നിരന്തരമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ മഹിതമായ പാരമ്പര്യം നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മൗലദ്ദവീല മമ്പുറം തങ്ങളവരുടെ സമകാലികനായി പരിശുദ്ധമായ യമനിന്റെ മണ്ണിൽ നിന്ന് ബഹറിൽ മുസല്ല വിരിച്ച് കേരളത്തിലേക്ക് കടന്നുവന്ന നമ്മുടെ ഈ പ്രദേശത്ത് ജീവിതകാലത്തും മരണശേഷവും ആത്മീയമായ വെളിച്ചം പകരുന്ന മഹാനായ ഹാദി കുടുംബത്തിൽപ്പെട്ട ആ സയ്യിദ് അടക്കമുള്ള മഹാരഥന്മാരായ സൂഫിവര്യന്മാരും ഔലിയാക്കളും സാദാത്തുക്കളും ആലിമീങ്ങളും കേരളത്തിന് പഠിപ്പിച്ചു തന്ന, നമുക്ക് പഠിപ്പിച്ചു തന്ന മഹത്തായ പാരമ്പര്യത്തെ, പൈതൃകത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാനാണ് പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപം കൊണ്ടതും ഇക്കാലമത്രയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തിച്ചതും. ആ പരിശുദ്ധമായ പണ്ഡിത പ്രസ്ഥാനം ഇവിടെയുള്ള ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള, ആത്മാർത്ഥതയുള്ള, നിഷ്കളങ്കതയുടെ, നിഷ്കാമ കർമ്മത്തിന്റെ പ്രതീകങ്ങളായിട്ടുള്ള നിസ്വാർത്ഥരായ പണ്ഡിതന്മാരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസപരമായി, വൈജ്ഞാനികമായി, സാമൂഹികമായി, സാംസ്കാരികമായി ലോകത്തെ പരകോടി മുസ്ലിങ്ങൾക്ക് മാതൃകയായി ഒരു സമൂഹം ഈ ലോകത്ത് ജീവിക്കുന്നുവെങ്കിൽ അത് കേരളത്തിലെ ന്യൂനപക്ഷം വരുന്ന ഒരു ഇസ്ലാമിക സമൂഹമാണ് എന്നത് ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന, ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രവും വർത്തമാനവും അറിയുന്ന ആളുകൾ ഒരിക്കലും നിഷേധിക്കാത്ത യാഥാർത്ഥ്യമാണ്. കേവലം ഒരു അവകാശവാദമല്ല. ലോകത്തെ ഇസ്ലാമിക സമൂഹങ്ങളുടെ ചരിത്രവും വർത്തമാനവും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ലോകത്തെ ഇസ്ലാമിക സമൂഹത്തിന് മാതൃകയാണ് കേരളത്തിലെ കേവലം 3/4 കോടി വരുന്ന ഇസ്ലാമിക സമൂഹം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കല്ല, ആഗോള മുസ്ലിം സമൂഹത്തിന് മാതൃകയാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം. കേരളത്തിലെ മുസ്ലിം സമൂഹം ഇന്ന് ആർജിച്ചെടുത്തിട്ടുള്ള ഈ ആത്മീയമായ, ഈ വൈജ്ഞാനികമായ, ഈ സാംസ്കാരികമായ, ഈ സാമൂഹികമായ വളർച്ചയുടെ, പുരോഗതിയുടെ ചാലക ശക്തി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാന്നിധ്യമാണ്. ആ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തു നിന്ന ആത്മാർത്ഥതയുള്ള, നിഷ്കളങ്കരായ പണ്ഡിതന്മാരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് എന്നത് ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്. ഇന്ന് നമ്മൾ ഈ കാണുന്ന വെളിച്ചം, നമ്മൾ ഇന്ന് ഈ കാണുന്ന പുരോഗതി, നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന ഈ വളർച്ച പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല, ഒരു സ്വപ്നം പോലെ പെട്ടെന്ന് ഇവിടെ രൂപം കൊണ്ടതുമല്ല. നമ്മുടെ പൂർവ്വസൂരികളായ നേതാക്കൾ ഈ സമുദായത്തോട് പ്രതിബദ്ധതയുള്ള, പടച്ച റബ്ബിനെ പേടിയുള്ള, നാളെ റബ്ബിന്റെ കോടതിയിൽ കയ്യും കെട്ടുനിന്ന് ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെക്കുറിച്ചും മറുപടി പറയേണ്ടി വരുമെന്ന ബോധവും ചിന്തയുമുള്ള, ആത്മാർത്ഥതയുള്ള പണ്ഡിതന്മാരെ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം നടത്തി കെട്ടിപ്പടുത്തതാണ് നമ്മൾ ഇന്ന് ആസ്വദിക്കുന്നത്. നമുക്കൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. ഒരു കട്ടപ്പാടുമില്ലാതെ, ഒന്ന് മേലനക്കുക പോലും ചെയ്യാതെ നമ്മൾ ആസ്വദിക്കുന്ന ഈ സുഖങ്ങളുണ്ടല്ലോ, ഈ അനുഗ്രഹങ്ങളുണ്ടല്ലോ, ഈ ആസ്വാദ്യകരമായ അന്തരീക്ഷങ്ങളുണ്ടല്ലോ, ഇത് നമ്മുടെ പൂർവ്വസൂരികളായ ആളുകൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഞാൻ ആമുഖമായി സുദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ഒറ്റ സംഭവം മാത്രം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ ദീർഘകാലത്തെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു മഹാനായ കൂറ്റനാട് KV മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. മഹാനായ KV ഉസ്താദ് തന്റെ ഉജ്ജ്വലമായ പ്രഭാഷണങ്ങളോടി, തന്റെ സാഹിത്യ സമ്പന്നമായ തൂലികളോടി കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിനെ, പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള മഹാനായ KV ഉസ്താദ് സമസ്തയിൽ ദൗർഭാഗ്യകരമായ ഭിന്നിപ്പും പ്രശ്നങ്ങളും നടക്കുന്ന കാലത്ത് രോഗശയ്യയിൽ കിടപ്പിലായിരുന്നു, രോഗം ബാധിച്ച് കിടപ്പിലായിരുന്നു. 1989 കേരളത്തിലെ സുന്നി മക്കളുടെ വിദ്യാർത്ഥി പടയണിയായിരുന്ന SSFന്റെ വഴിവിട്ട പോക്കിൽ ദുഃഖം തോന്നിയ,
ഈ നിലയിൽ SSFനെ വെറുതെ വിട്ടാൽ അത് കേരളത്തിലെ സകലമാന പാരമ്പര്യങ്ങളെയും തകർക്കുന്ന മുടിയന്മാരുടെ സംഘടനയായി മാറും എന്ന് തിരിച്ചറിഞ്ഞ ഉത്തരവാദിത്ത ബോധമുള്ള അന്നത്തെ ചില യുവപണ്ഡിതന്മാർ SKSSF എന്ന് പറയുന്ന സംഘടനക്ക് രൂപം കൊടുത്തു. ആ സംഘടനയുടെ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുന്ന കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം തൃശൂർ ജില്ലയിലെ സമർക്കന്ദിൽ വെച്ച് അഭിമാന പുരസ്സരം സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ 2.5 പതിറ്റാണ്ട് കാലം കൊണ്ട് 2.5 നൂറ്റാണ്ട് കാലത്തെ സേവനങ്ങൾ കാഴ്ചവെച്ച് ഉജ്ജ്വലമായി മുന്നോട്ടു പോകുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നാനാഭാഗങ്ങളിൽ നിന്നും നിരന്തരമായി കടന്നുവരുന്ന എതിർപ്പുകളും അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന കാലഘട്ടത്തിൽ SKSSFന്റെ സ്ഥാപക നേതാക്കൾ മഹാനായ KV ഉസ്താദിനെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. KV ഉസ്താദിനോട് കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ സുന്നി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു, SKSSFന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു. സുദീർഘമായ ചർച്ചകൾ നിർവഹിച്ച ശേഷം മഹാനായ ഉസ്താദ് രോഗശയിൽ കിടക്കുന്ന രോഗാതുരനായി കിടക്കുന്ന ഉസ്താദ് SKSSFന്റെ അന്നത്തെ നേതാക്കളോട് തന്റെ തുണി പൊന്തിച്ചിട്ട് തന്റെ 2 കാലിന്റെയും മുട്ടുകളിലേക്ക് നോക്കാൻ ആവശ്യപ്പെട്ടു അത്രേ. മഹാനായ മർഹൂം KV ഉസ്താദ് പറഞ്ഞു, മക്കളെ നിങ്ങൾ എന്റെ കാലിന്റെ മുട്ടൊന്ന് നോക്കണം. നോക്കുമ്പോ SKSSFന്റെ സ്ഥാപക നേതാക്കളും നെട്ടിപ്പോയി. മഹാനായ ഉസ്താദിന്റെ 2 കാലിന്റെയും മുട്ടിന്റെ ചിരട്ട ബാക്കിയുണ്ടായിരുന്നില്ല. 2 കാലിനും മുട്ടിന്റെ ചിരട്ടയുടെ സ്ഥാനത്ത് കേവലം 2 കുഴികൾ മാത്രമാണ് കാണുന്നത്. അവിടെ ചിരട്ടകൾ ബാക്കിയുണ്ടായിരുന്നില്ല. മഹാനായ ഉസ്താദ് SKSSFന്റെ നേതാക്കളോട് പറഞ്ഞു അത്ര, മക്കളെ സുന്നത്ത് ജമാഅത്തിനു വേണ്ടി പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി കാൽനടയായി സഞ്ചരിച്ചാണ് എന്റെ 2 കാൽമുട്ടിന്റെയും ചിരട്ട തേഞ്ഞുപോയത് മക്കളെ. അതുകൊണ്ട് നിങ്ങൾ ഈ വഴിയിൽ ഉറച്ചു നിൽക്കണം എന്ന് മഹാനായ KV ഉസ്താദ് പറഞ്ഞു. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഒരു മനുഷ്യൻ നടന്ന് കാൽനടയായി സഞ്ചരിച്ച് ആ മനുഷ്യന്റെ കാലിന്റെ 2 മുട്ടുകളുടെ ചിരട്ടയും തേഞ്ഞു മാഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ജീവിതത്തിൽ എത്ര നടന്നിട്ടുണ്ടാവും? എത്ര കിലോമീറ്ററുകൾ, എത്ര കാതങ്ങൾ കാൽനടയായി അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ടാവും? എന്തിനാണ് അദ്ദേഹം ഈ കട്ടപ്പാട് സഹിച്ചത്? സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയല്ല, സ്വന്തം ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാനല്ല, പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിനെ വളർത്താൻ, സമസ്തയെ വളർത്താൻ, അള്ളാഹുവിന്റെ ദീന് വളർത്താൻ മഹല്ലുകൾ തോറും നടന്ന് കാൽനടയായി സഞ്ചരിച്ച്, ഇന്നത്തെ പോലെ സംവിധാനങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ കാൽനടയായി സഞ്ചരിച്ച് പള്ളികളില്ലാത്ത മഹല്ലുകളിൽ പള്ളികൾ ഉണ്ടാക്കാൻ, ദർസുകളില്ലാത്ത മഹല്ലുകളിൽ ദർസുകൾ ഉണ്ടാക്കാൻ, മദ്രസകളില്ലാത്ത മഹല്ലുകളിൽ മദ്രസകൾ ഉണ്ടാക്കി ഈ സമുദായത്തിന്റെ ദീനി ചൈതന്യം കെടാതെ സൂക്ഷിക്കാൻ കാൽനടയായി സഞ്ചരിച്ച് മഹാനായ KV ഉസ്താദിന്റെ കാലിന്റെ മുട്ടിന്റെ ചിരട്ടകൾ 2 തേഞ്ഞുപോയിരുന്നു. ഇതുപോലെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചോര നീരാക്കി സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അധ്വാനിച്ച നേതാക്കന്മാരുടെ അധ്വാനത്തിന്റെ ഫലമാണ് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ മുഹമ്മദ് രാമന്തലി സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും അറബി ഷെയ്ഖുമാരുടെ നേരും നെറിയുമില്ലാത്ത അറബി ഷെയ്ഖുമാരുടെ പലിശപ്പണം കൊണ്ടുവന്ന് കെട്ടിപ്പടുത്തതല്ല നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനോഹരമായ അന്തരീക്ഷം. മഹാന്മാരായ നമ്മുടെ നേതാക്കൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ്. നമ്മുടെ ആശയം, നമ്മുടെ ആദർശം, നമ്മുടെ വിശ്വാസം, നമ്മുടെ വൈജ്ഞാനിക രംഗം, നമ്മുടെ സാമൂഹിക മേഖല എല്ലാം ഇത്ര പുഷ്കലമായി നിൽക്കുന്നത് പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ കാരണമാണ്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ പ്രസ്ഥാനത്തെ തകർക്കാൻ, ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ, ഇതിന്റെ ജനകീയതയുടെ അടിവേരറുക്കാൻ കാലാകാലങ്ങളിലായി വിവിധ രൂപങ്ങളിൽ, വിവിധ ഭാവങ്ങളിൽ പലരും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിനെ തകർക്കണം, പരിശുദ്ധമായ ദീനിനെ തകർക്കണം, കേരളത്തിലെ മുസ്ലിങ്ങളെ ആത്മീയമായി തകർക്കണം എന്ന ലക്ഷ്യവുമായി പ്രവർത്തിച്ച പല ആളുകളും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബിദഈ സംഘടനകൾ, അത് മുജാഹിദാവട്ടെ, മുജാഹിദിലെ ഏതു വിഭാഗങ്ങളാവട്ടെ, ജമാഅത്തെ ഇസ്ലാമിയാവട്ടെ, തബ്ലീഗ് ജമാഅത്താവട്ടെ, അവരൊക്കെ സജീവമായി ശ്രമങ്ങൾ നടത്തിയത് കേരളത്തിലെ മുസ്ലിങ്ങളെ ആത്മീയമായി തകർക്കാനും അവരവരുടെ പാരമ്പര്യത്തിൽ നിന്ന്, പൈതൃകത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അവരെ മെല്ലെ മെല്ലെ ശണ്ഡീകരിക്കാനുമാണ്. ആ സംഘടനകളും ആ പ്രസ്ഥാനങ്ങളുമൊക്കെ
സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവയെ പിടിച്ചുകെട്ടാനും അവരുടെ ആശയാദർശങ്ങളിലെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും സമൂഹത്തെ ബോധ്യപ്പെടുത്താനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സജീവമായി ഇവിടെ ഉണ്ടായിരുന്നു എന്നു മാത്രമല്ല, സമസ്തയുടെ ഇടപെടലുകളുടെ ഫലമായി ഇന്ന് സംഘടനകൾക്ക് സജീവമായി പ്രവർത്തിക്കാൻ പോയിട്ട് തങ്ങളുടെ ആശയങ്ങളും ആദർശങ്ങളും നട്ടലോടുകൂടി സമൂഹത്തോട് പറയാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ് ഇന്ന് ഈ സംഘടനകൾക്ക് സംജാതമായിട്ടുള്ളത്. എല്ലാ വിധ സംഘടനകളുടെ അവസ്ഥ പരിതാപകരമാണ്. ആശയപരമായി ആദർശപരമായി കൃത്യമായ നിലപാടുകൾ പോലും പറയാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന, തമ്മിൽ തല്ലി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കേരളത്തിലെ മുഴുവൻ വിധേയ സംഘടനകളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആത്മീയതയുടെ പേര് പറഞ്ഞ് കടന്നു വന്ന വ്യാജ തുരീക്കത്തുകൾ, ആത്മീയത ഏത് കാലത്തും സമൂഹത്തിൽ വ്യാപകമായി വിറ്റുപോകുന്ന, വ്യാപകമായി സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വാണിജ്യ വസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞ, ആത്മീയതയുടെ വാണിജ്യ മൂല്യത്തെ ഉപയോഗപ്പെടുത്താൻ കടന്നു വന്നിട്ടുള്ള വ്യാജ തുരീക്കത്തുകാരും അതുപോലെ തന്നെ വ്യാജ ആത്മീയവാദികളും അവർ വളരെ സജീവമായി നമ്മളെ വഴിതെറ്റിക്കാൻ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു, വർത്തമാനകാലങ്ങളിലും ഉണ്ടായിരുന്നു. തരീക്കത്തിന്റെ പേരിൽ, തസവൂഫിന്റെ പേരിൽ, ആത്മീയമായ ചിഹ്നങ്ങളുടെ പേരിൽ സമൂഹത്തെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അവരെ പിടിച്ചുകെട്ടിയതും അവരുടെ ആശയങ്ങൾ, അവരുടെ ആദർശങ്ങൾ സത്യസന്ധമായി പോസ്റ്റ്മോർട്ടം ചെയ്ത് സമൂഹത്തെ ബോധവാന്മാരാക്കിയതും പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ആരായാലും ഏത് രൂപത്തിൽ കടന്നു വരുന്ന ആളുകളായാലും അവരുടെയൊക്കെ ലക്ഷ്യം പരിശുദ്ധമായ ദീനിനെ തകർക്കണം, സുന്നത്ത് ജമാഅത്തിനെ തകർക്കണം, ആ സുന്നത്ത് ജമാഅത്തിന്റെ ഉരുക്കുകോട്ടയായ സമസ്തയെ തകർക്കണം, അങ്ങനെ കേരളത്തിലെ മുസ്ലിങ്ങളെ ശണ്ഡീകരിക്കണം. അതിനുവേണ്ടി വ്യാപകമായ വിദേശ സഹായങ്ങൾ, പുറത്തുനിന്ന് പോലുമുള്ള ആഗോള ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ പോലും ഇവരെ കൈയച്ച് സഹായിക്കുന്നതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ ഈ ശ്രമങ്ങൾ മുഴുവൻ ദയനീയമായി പരാജയപ്പെടുകയും പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് പിന്നിൽ കേരളത്തിലെ മൃഗീയ ഭൂരിപക്ഷം മുസ്ലിങ്ങളും അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് പരിശുദ്ധമായ സമസ്തയെ തകർക്കാൻ, സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ പുറത്തുനിന്നുള്ള എതിരാളികൾ മതിയാവില്ല എന്ന് തിരിച്ചറിഞ്ഞ പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഇനി അകത്തുനിന്ന് ത്വരപ്പം പണി നടത്തി നോക്കിയാലോ എന്ന് ഇസ്ലാമിക ശത്രുക്കൾ ചിന്തിക്കുന്നത്. പുറത്തുനിന്നുള്ള അക്രമങ്ങൾക്ക് മൂർച്ച പോരാ, ആ അക്രമങ്ങളെ യേശുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിലാണ് സമസ്തയെ അകത്തുനിന്ന് ആക്രമിക്കാം, അകത്തുനിന്ന് തകർക്കാം, അതാണ് 19ാമത്തെ അടവ് എന്ന ആഗോള ഇസ്ലാമിക സമൂഹത്തിന്റെ ശത്രുക്കൾ തിരിച്ചറിയുന്നതും. അങ്ങനെ പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും കേരളത്തിലെ മുസ്ലിങ്ങളെയും തകർക്കാൻ പണ്ഡിത വേഷധാരിയായ ഒരു ചാരനെ അവർ നിയോഗിക്കുന്നതും. ആ ചാരന്റെ പേരാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തെ തകർക്കാനും ആത്മീയമായി ശണ്ഡീകരിക്കാനും ആഗോള ഇസ്ലാമിക സമൂഹത്തിന്റെ ശത്രുക്കൾ വിലക്കെടുത്തിട്ടുള്ള, അവരുടെ കയ്യിലെ കളിപ്പാവയായി പ്രവർത്തിക്കുന്ന പണ്ഡിത വേഷധാരിയാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്നത് അയാളോടുള്ള വ്യക്തിവിരോധം കൊണ്ടല്ല, സംഘടനാപരമായ വിദ്വേഷം കൊണ്ടല്ല, നിരവധി വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ, പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിനെ തകർക്കുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊരു ലക്ഷ്യം കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർക്കും അയാളുടെ ഗ്രൂപ്പിനും ഇല്ല എന്നത് നമുക്കൊക്കെ കൃത്യമായി ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. ഇത് ഞാനൊരു പുതിയ കണ്ടുപിടുത്തം പോലെ അവതരിപ്പിക്കുകയല്ല. മഹാന്മാരായ നമ്മുടെ നേതാക്കൾ കാലാകാലങ്ങളായി നമ്മളോട് പറഞ്ഞിരുന്ന കാര്യം, മഹാനായ നാട്ടിൽ ഉസ്താദ്, മഹാനായ ശൈഖുന ശംസുൽ ഉലമയൊക്കെ വളരെ ഗൗരവതരമായി പറഞ്ഞിരുന്ന കാര്യം. ഒരു പക്ഷേ അന്ന് അവരൊക്കെ അത്ര ഗൗരവതരമായി പറയുമ്പോ ഇങ്ങനെയൊക്കെ ഗൗരവതരമായി, ഇങ്ങനെയൊക്കെ കടുപ്പിച്ച് പറയേണ്ടതുണ്ടോ എന്നൊരു പക്ഷെ നമ്മൾ ചിന്തിച്ചു. പക്ഷേ ഇപ്പോൾ പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അവര് പറഞ്ഞത് കുറഞ്ഞുപോയി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ രീതിയിലേക്ക് ആരാണ് കാന്തപുരം, എന്താണ് അയാളുടെ ലക്ഷ്യങ്ങൾ എന്ന് വളരെ കൃത്യമായി ഏത് കൊച്ചുകുട്ടിക്കും ബോധ്യപ്പെടാവുന്ന രൂപത്തിലുള്ള സംഭവവികാസങ്ങൾ പരിശുദ്ധ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് കാണിച്ചു തരികയാണ്.
മഹാനായ മർഹൂം നാട്ടിക വി മൂസ മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ അന്തസ്സിനു വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് പോരാടിയ മഹാനായ നാട്ടിക ഉസ്താദ് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഓഡിയോ ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. മഹാനായ നാട്ടിക ഉസ്താദ് വളരെ കൃത്യമായി എന്താണ് കാന്തപുരത്തിന്റെ ഈ വിഭാഗത്തിന്റെ ലക്ഷ്യം എന്ന് വളരെ കൃത്യമായി പറയുകയും മറ്റേതു വിഭാഗങ്ങളെക്കാളും അപകടകാരികളാണ് കാന്തപുരം വിഭാഗം എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന പഴയ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ന് മാത്രമല്ല, വർത്തമാനകാല സാഹചര്യങ്ങളിൽ മഹാനായ നാട്ടിക ഉസ്താദ് അന്ന് നടത്തിയ പ്രവചന സ്വഭാവമുള്ള പ്രസംഗം എത്രമാത്രം പ്രസക്തമാണ് എന്ന് നമ്മളൊന്ന് ഇരുന്ന് ആലോചിക്കുകയും ചെയ്യണം. മഹാനായ നാട്ടിക ഉസ്താദ് പറയട്ടെ. മുസ്ലിമീങ്ങൾ ആര് ഒരു മഹലിലുണ്ടായാലും ഈ വിഭാഗത്തെ മഹലിൽ അധിപ്പിക്കാൻ പാടില്ല. കാരണം ഇസ്ലാമിന്റെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശത്രുവാണിവ. ഉത്തരവാദിത്വബോധത്തോടുകൂടി പറയുന്നതാണ്. ഈ നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. എന്തുകൊണ്ട്? മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കണം എന്നതിൽ കവിഞ്ഞ് ആശയപരമായ ഒരു പ്രശ്നമല്ല, എല്ലാം ആമാശയ സംബന്ധിയാണ്. അതെ, ആശയ സംബന്ധിയല്ല, ആമാശയ സംബന്ധി. സലാത്തു ആമാശയത്തിനാണ്, വിക്രു ആമാശയത്തിനാണ്. പിരിവ് കൊടുക്കാതിരുന്നവർക്ക് സലാത്ത് താനെ പിരിച്ചു കൊടുക്കും. അരക്കാശ് കൊടുക്കാതിരുന്നാൽ മതി. അരക്കാശ് കൊടുക്കാതിരുന്നാൽ താനെ പിരിച്ചുവിടും. ഞാൻ പിന്നെ പറയാം, പക്ഷെ അധികം പറഞ്ഞോളാം. താനെ പിരിച്ചുവിടും. എല്ലാം ആമാശയ സംബന്ധിയാ, ആശയ സംബന്ധിയല്ല. എനിക്കറിയാവരെ, നിങ്ങൾക്കാർക്കും എന്നെ പോലെ അറിയില്ലല്ലോ. എനിക്ക് നന്നായി അറിയാം. നിങ്ങൾ ആളുകളെ പരിചയപ്പെടാൻ പോണേ ഉള്ളൂ. അതെ, നിങ്ങൾ ആളുകളെ പരിചയപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ നാട്ടിക ഉസ്താദ് പറഞ്ഞു. ഇപ്പൊ നമ്മൾ കൃത്യമായി പരിചയപ്പെട്ട് കഴിഞ്ഞു. ആരാണ് കാന്തപുരം, എന്താണ് അയാളുടെ ലക്ഷ്യങ്ങൾ, എന്താണ് ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾ, എന്താണ് ആ സംഘടന ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി ഏത് പൊട്ടനും ബോധ്യപ്പെടുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമായി കാണിച്ചു തരികയാണ്. രണ്ട് ലക്ഷ്യങ്ങൾ മാത്രം. ഒന്ന്, ഈ സമുദായത്തെ ഭിന്നിപ്പിക്കണം, ഈ സമുദായത്തെ തമ്മിലടിപ്പിക്കണം. എന്നിട്ടോ പഴങ്കഥയിലെ കുട്ടനെയും മുട്ടനെയും തമ്മിലടിപ്പിച്ച് ചോര നുണയാൻ നാറ്റുനൊട്ടി കാത്തിരുന്ന പഴങ്കഥയിലെ ചെന്നായുണ്ടല്ലോ, ആ ചെന്നായെ പോലെ ഈ സമുദായത്തെ തമ്മിലടിപ്പിച്ച് ആ ഭിന്നിപ്പിന്റെ ഗുണഫലങ്ങൾ ആസ്വദിച്ച് ഭൗതികമായ സാമ്പത്തികമായ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കി ജീവിക്കണം. ഈ രണ്ട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പണ്ഡിത വേഷധാരികളുടെ ഒരു ഗ്രൂപ്പാണ് കാന്തപുരം വിഭാഗം. അല്ലാതെ പരിശുദ്ധമായ ഇസ്ലാമുമായോ പരിശുദ്ധമായ ദീനുമായോ ഇവർക്കൊരു പുലബന്ധം പോലുമില്ല. ഒരു പുലബന്ധമില്ല. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിനോടോ പരിശുദ്ധമായ ദീനിനോടോ ഒരു പുലബന്ധവുമില്ല. ഈ രണ്ട് ലക്ഷ്യം, ഈ സമുദായത്തെ ഭിന്നിപ്പിക്കണം, തമ്മിലടിപ്പിച്ച് തകർക്കണം, ആ തമ്മിലടിയുടെ ഗുണഫലങ്ങൾ ആവോളം ആസ്വദിച്ച് ജീവിക്കണം. അതിനുവേണ്ടിയാണ് ഏറ്റവും അവസാനം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലും പച്ചക്ക് കച്ചവടത്തിൽ വെച്ചത് കാന്തപുരം എന്ന് പറയുന്ന സമർത്ഥനായ കച്ചവടക്കാരൻ. ആത്മീയമായ സകലമാന ചിഹ്നങ്ങളെയും കച്ചവടവൽക്കരിച്ച് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടും അവസാനിക്കാത്ത ദുരശമിപ്പിക്കാനാണ് ലോകത്തിന്റെ നായകൻ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലും പച്ചക്ക് കച്ചവടത്തിന് വെച്ചത് കാന്തപുരം. നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്ര ഗൗരവതരമായ വിഷയമാണിത്. ആരാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. വിശ്വാസികൾക്ക് അവരുടെ സ്വന്തം ശരീരങ്ങളെക്കാളേറെ വിശ്വാസികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ശരീരത്തിന്റെ താല്പര്യങ്ങളെക്കാൾ, സ്വന്തം ശരീരത്തിന്റെ വികാരങ്ങളെക്കാൾ നമ്മൾ സ്ഥാനം കൽപ്പിക്കേണ്ടത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്.
അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ഇത്ര ഗൗരവതരമായി ഇത്ര കടുത്ത ഭാഷയിൽ നമ്മൾ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്നത്. അതുകൊണ്ടാ ഇത് വെറും കുട്ടിക്കളിയല്ല, ഇത് തീക്കളിയാണ്. ഇത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെച്ചുള്ള കളിയാണ്. അതുകൊണ്ടാണ് ഇതിന് പിന്നാലെ നമ്മൾ ഇങ്ങനെ സൈക്കിൾ എടുത്ത് കൂടുന്നത്. അല്ലാതെ ചിലരൊക്കെ പ്രചരിപ്പിക്കുന്ന പോലെ കാന്തപുരത്തോടുള്ള അസൂയ കൊണ്ടാണ്, സംഘടനാപരമായ വിദ്വേഷം കൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് പിടിച്ചു നിൽക്കാനുള്ള കേവലം മുടന്ത ന്യായങ്ങൾ മാത്രമാണ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കച്ചവടവൽക്കരിക്കുന്നതിനെതിരെയുള്ള ജിഹാദാണ് SKSSF നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ രണ്ടു ലക്ഷ്യവുമായി സമൂഹത്തിലേക്ക് കടന്നു വന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ കാന്തപുരം കയറിക്കൂടിയതുപോലും. അതായത് ആദ്യം സമസ്തയിലായിരുന്നില്ല കാന്തപുരം ഉണ്ടായിരുന്നത്. നേരെ മറിച്ച് സമസ്തക്കെതിരെ ഇവിടെ കടന്നു വന്നിരുന്ന അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. ആ അഖില കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സജീവ പ്രവർത്തകനും അതിന്റെ നേതാവുമായിരുന്ന കാന്തപുരം 1974 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് കടന്നു വരുന്നത്. അഖില കേരള ജംഇയ്യത്തുൽ ഉലമ വലിയ കോളിളക്കമുണ്ടാക്കി രംഗത്ത് വന്ന സംഘടനയാണ്. കാരണം അതിന്റെ തലപ്പത്തുണ്ടായിരുന്നത് ഉന്നത ശീർഷരായ പണ്ഡിതന്മാരായിരുന്നു. അന്നിതാ സമസ്ത ഒലിച്ചു പോകുന്നു എന്ന പ്രചരണം നടന്ന കാലഘട്ടം. എന്നാൽ മഹാനായ മുസ്ലിം കേരളത്തിന്റെ അക്കാലത്തെ കിരീടം വെക്കാത്ത ആത്മീയ സുൽത്താനായിരുന്ന പാണക്കാട് PMS പൂക്കോയത്തങ്ങൾ കോഴിക്കോട് കുറ്റിച്ചിറയിൽ നടന്ന സമസ്തയുടെ ഒരു ആദർശ വിശദീകരണ സമ്മേളനത്തിൽ പറഞ്ഞു, ഇവിടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് പറയാൻ എന്റെ ഉപ്പാപ്പയുണ്ടാക്കിയ സമസ്തയുണ്ട്. ഇവിടെ സമസ്ത മതി, ഇവിടെ അഖിലയും വേണ്ട, ഇവിടെ കൊകിലയും വേണ്ട, ഇവിടെ സമസ്ത മതി എന്ന് മഹാനായ പാണക്കാട് PMS പൂക്കോയത്തങ്ങൾ പറഞ്ഞു. പൂക്കോയത്തങ്ങൾ അത് പറഞ്ഞപ്പോ, കറാമത്തിന്റെ നാവ് കൊണ്ടത് പറഞ്ഞപ്പോ, പിന്നെ അഖില കേരള ജംഇയ്യത്തുൽ ഉലമ പെറുക്കിയെടുക്കാൻ പോലും ഇല്ലാത്ത വിധം നാമാവശേഷമാകുന്നതാണ്, പിരിച്ചുവിടാൻ പോലും ആളില്ലാത്ത വിധം തകർന്ന് തെരിപ്പണമാവുന്നതാണ് നമ്മൾ കണ്ടത്. ആ മഹാനായ PMS പൂക്കോയത്തങ്ങളുടെ പ്രഖ്യാപനത്തിന്റെ ഫലമായി തകർന്നുപോയ അഖില കേരള ജംഇയ്യത്തുൽ ഉലമ. അതിനുശേഷം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമസ്തയിലേക്ക് വന്നു. എന്തിനാ വന്നത്? സമസ്തയെ വളർത്താനാണോ? അല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമസ്തയെ അകത്തുനിന്ന് തകർക്കാനുള്ള ഗൂഢലക്ഷ്യവുമായാണ് കാന്തപുരം സമസ്തയിലേക്ക് വന്നത്. ഇത് സാധുവായ ജാബിർ എന്റെ വക എന്തെങ്കിലും പറയുകയാണ് എന്ന് കരുതണ്ട. മഹാനായ ശൈഖുന ശംസുൽ ഉലമ തന്നെ വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞൊരു കാര്യം. ആരാ ശംസുൽ ഉലമ? ശംസുൽ ഉലമയുടെ മഹത്വത്തിൽ നമുക്കൊരു സംശയമില്ല. 4 പതിറ്റാണ്ട് കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ കപ്പലിനെ പ്രതിസന്ധികൾ നിറഞ്ഞ കാറ്റും കോളും തിരമാലകളും നിറഞ്ഞ കടലിലൂടെ വളരെ മനോഹരമായി നയിച്ച് കരക്കണിച്ച മഹാനായ കപ്പിത്താനാണ് ശൈഖുന ശംസുൽ ഉലമ EK ഉസ്താദ് നവ്വറല്ലാഹു മർഖദ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഫൈളിനെ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ മഹാനായ ശംസുൽ ഉലമയുടെ മഹത്വത്തിൽ നമുക്കൊരു സംശയമില്ല. എന്നാൽ ഇപ്പോ കാന്തപുരം വിഭാഗത്തിന് പോലും ശംസുൽ ഉലമയുടെ മഹത്വത്തിൽ ഒരു സംശയവുമില്ല. എവിടെ പ്രസംഗിച്ചാലും ശംസുൽ ഉലമയുടെ മധു പറയാനും മഹത്വം പറയാനുമാണ് അവർ കാര്യമായി സമയം ചെലവഴിക്കുന്നത്. അതുകൊണ്ട് രണ്ടു കൂട്ടരും ഒരുപോലെ അംഗീകരിക്കുന്ന, ഒരുപോലെ ആദരിക്കുന്ന മഹാനായ ശൈഖുന ശംസുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് പറഞ്ഞത്, മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂലും കൂട്ടരും ഇസ്ലാമിലേക്ക് കടന്നു വന്നതുപോലെയാണ് കാന്തപുരവും കൂടെയുള്ള ആളുകളും സമസ്തയിലേക്ക് കടന്നു വന്നത്. മഹാനായ ശംസുൽ ഉലമയുടെ ശൈലിയാണ്. അതായത് അബ്ദുല്ലാഹി ബിൻ ഉബയ്യും കൂട്ടരും വന്നത് ഇസ്ലാമിനെ വളർത്താനല്ല, ഇസ്ലാമിനെ തകർക്കാനാണ്, ഇസ്ലാമിക സമൂഹത്തെ സഹായിക്കാനല്ല, അവരെ നശിപ്പിക്കാനാണ്. അതുപോലെയാണ് കാന്തപുരം കൂട്ടരും സമസ്തയിലേക്ക് കടന്നു വന്നത് എന്ന് മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് തന്നെ പറയുമ്പോ SSFകാർക്ക് അതിലൊരു സംശയം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് മഹാനായ ശംസുൽ ഉലമ പറയട്ടെ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമസ്തയിലേക്ക് വന്നത് എന്തിനാണ്, എന്തായിരുന്നു അയാളുടെ ലക്ഷ്യം എന്ന് മഹാനായ ശംസുൽ ഉലമ പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട മഹാൻ പാണക്കാട് പൂക്കോയത്തങ്ങൾ അവர்கள்
ആ സദസ്സിൽ അധ്യക്ഷനായിരുന്നു. തനിക്ക് സ്വാഭാവികമായി സാധാരണങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു മനോമാറ്റങ്ങൾ ഉണ്ടാവും. ചില സമയത്ത് ദേഷ്യം വന്നാൽ ആ തരത്തിൽ മനോമാറ്റം വന്നുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, ഇവിടെ അഖിലിയും കുബിലിയും നുടവാണ്, ഇവിടെ സമർത്ഥമാണ്. ഇവിടെ അഖിലിയും കുബിലിയും നുടവാണ്, ഇവിടെ സമർത്ഥമാണ് എന്ന് പറയുകയുണ്ടായി. അതിന് ശേഷം ആ സാധനം പിന്നെ എവിടെ പോയി എന്നാലും കണ്ടില്ല. അതോടുകൂടിയാണ് നശിച്ചു. ജനങ്ങളെ വലിച്ചോ, നശിച്ചു എന്ന് പറയുന്നത് ജനങ്ങൾ വലിച്ചോ ആലോചിച്ച് നോക്കണം. പക്ഷേ അതിലുണ്ടായിരുന്ന ചില കുട്ടികളിൽ, അതിൽ പ്രവർത്തിക്കുന്ന ചില കുട്ടികളിൽ, ആ കുട്ടികൾക്ക് പിന്നെന്താണ് പിന്നെ എങ്ങുമില്ലാതെ അബ്ദുൽ ഉമയും വിഭാഗവും ഇസ്ലാമിൽ പ്രവേശിച്ച മാതിരി അവരെന്ത് ചെയ്തു എന്നാൽ മതത്തെ ആ മനസ്സോടും കൂടി അവരെന്ത് ചെയ്തു, സമസ്തകളുടെ നേരെ അണിയിലേക്ക് വന്നു. അബ്ദുൽ ഉമയും വിഭാഗവും ഇസ്ലാമിൽ പ്രവേശിച്ച മാതിരി അവരെന്ത് ചെയ്തു എന്നാൽ മതത്തെ ആ മനസ്സോടും കൂടി അവരെന്ത് ചെയ്തു, സമസ്തകളുടെ നേരെ അണിയിലേക്ക് വന്നു. നോക്കൂ നിങ്ങൾ, മഹാനായ ശൈഖുനാ ശംസുൽ പറയാൻ, അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സലൂൽ എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ നേതാവും കൂടെയുള്ള മുനാഫിക്കുകളും ഇസ്ലാമിലേക്ക് വന്നതുപോലെയാണ് കാന്തപുരവും കൂടെയുള്ള ആളുകളും സമസ്തയിലേക്ക് വന്നത്. അതായത് സമസ്തയെ വളർത്താനല്ല, സുന്നത്തു ജമാഅത്തിനെ വളർത്താനല്ല, സമസ്തയെയും സുന്നത്തു ജമാഅത്തിനെയും അകത്തുനിന്ന് തകർക്കുക എന്ന ലക്ഷ്യവുമായാണ് കാന്തപുരം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് വന്നത്. അങ്ങനെ 74 വന്നത് മുതൽ 79 വരെയുള്ള 5 വർഷക്കാലം രഹസ്യമായും 79 മുതൽ 89 വരെയുള്ള 10 വർഷക്കാലം പരസ്യമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ തകർക്കാനുള്ള 18 അടവും പയറ്റുന്നതിലായിരുന്നു കാന്തപുരവും കൂടെ ഉണ്ടായിരുന്ന കോക്കസുകളും പ്രധാനമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഈ പരിശുദ്ധമായ പ്രസ്ഥാനത്തെ തകർക്കണം. ഇതിന്റെ മഹാന്മാരായ നേതാക്കളെ തമ്മിലടിപ്പിക്കണം. അങ്ങനെയാണ് 89 ഈ ശ്രമങ്ങളുടെ മൂർധന്യദശയിൽ പരിശുദ്ധമായ പ്രസ്ഥാനത്തിൽ ചെറിയൊരു ഭിന്നിപ്പുണ്ടാവുന്നത്. അങ്ങനെ സമസ്തയുടെ ഒരു റാത്തലിറച്ചിയുമായി കാന്തപുരം പുറത്തു പോവുകയും സമാന്തരമായ സംഘടനയുണ്ടാക്കി പ്രവർത്തിക്കുകയും ചെയ്തു. സമസ്ത എന്ന് പറയുന്ന ഇലാഹിയായ പ്രസ്ഥാനത്തെ തകർക്കാനോ തളർത്താനോ കാന്തപുരത്തിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ചെറിയൊരു ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ കാന്തപുരത്തിന് സാധ്യമായി. അങ്ങനെ പരിശുദ്ധമായ സമസ്തക്കെതിരെ രംഗത്തിറങ്ങിയ കാന്തപുരം അതോടൊപ്പം ലക്ഷ്യം വെച്ചത് രണ്ടാമതൊന്ന് മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ സംഘശക്തിയാണ്. കാരണം കേരളത്തിൽ മുസ്ലിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സുഖസൗകര്യങ്ങളുടെ, ഭൗതികമായ സുഖസൗകര്യങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം നമുക്കൊരു രാഷ്ട്രീയ സംഘശക്തി ഉണ്ട് എന്നതാണ്. മുസ്ലിം സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംഘശക്തി, തല്ലുന്നവന്റെ കൈക്ക് പിടിക്കാനും തല്ല് കിട്ടിയവനെ തലോടാനുമുള്ള ഒരു സംവിധാനം ഇവിടെ ഉള്ളതുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഇന്ന് കാണുന്ന ഭൗതികമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ആസ്വദിക്കുന്നത്. അത് തകർത്താൽ കേരളത്തിലെ മുസ്ലിങ്ങളെ തകർക്കാൻ കഴിയും എന്ന് കാന്തപുരം മനസ്സിലാക്കി, അല്ലെങ്കിൽ കാന്തപുരത്തെ അണിയറയിൽ നിന്ന് നിയന്ത്രിക്കുന്ന ശക്തികൾ മനസ്സിലാക്കി. അങ്ങനെ കാന്തപുരത്തെ ഈ രാഷ്ട്രീയ സംഘശക്തിയെ തകർക്കാൻ ഉപയോഗപ്പെടുത്തി. സമസ്തക്കകത്തു നിന്നും സമസ്തയിൽ നിന്നും പുറത്തുപോയ ശേഷവും കാന്തപുരം തന്റെ ഊർജവും സംഘടനാപരമായ ശക്തിയും കാര്യമായി വിനിയോഗിച്ചത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയമായ ഈ സംഘശക്തിയെ ഇല്ലായ്മ ചെയ്യാനാണ്. അതിന് ഏതറ്റം വരെ പോകാൻ കഴിയോ ആ അറ്റം വരെ കാന്തപുരം പോകാൻ തയ്യാറായി. മഹാനായ ശംസുൽ ഉലമ തന്നെ അതിനെക്കുറിച്ച് പറയുന്നു. നിങ്ങളൊന്ന് കേൾക്കൂ. മഹാനായ ശംസുൽ ഉലമ പറയുകയാണ്, ഇനിയിപ്പോ ലോക്സഭാ ഇലക്ഷൻ വരികയാണ്. പൊന്നാനിയിൽ ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. സേട്ടു സാഹിബിനെ പരാജയപ്പെടുത്തണം, ലീഗിനെ തോൽപ്പിക്കണം. അതിനെന്താ വഴി? മഹാനായ ശംസുൽ ഉലമ പറയുകയാണ്, കാന്തപുരം ദജ്ജാൽ ഇറങ്ങുന്ന പോലെയാണ് ഇറങ്ങിയത്.
ലീഗിനെ തോൽപ്പിക്കാൻ. അവസാന കാലത്ത് ദജ്ജാൽ വരും. ഫദ്ദജ്ജാൽ ഫശറു ആയിബിൻ യുൻതളർ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിദ്ദജ്ജാല ഫശറു ആയിബിൻ യുൻതളർ. പ്രതീക്ഷിക്കപ്പെടുന്നതിൽ ഏറ്റവും കടുത്ത ഷർറാണ് ദജ്ജാൽ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദജ്ജാൽ ഇറങ്ങും. ആ ദജ്ജാൽ ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ, വേറെ ചില ജൂനിയർ ദജ്ജാലുകൾ വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ശൈഖുനാ ശംസുലമ പറയാം, ഒരു കയ്യിൽ സ്വർഗം, മറുകൈയിൽ നരകം, തലയിൽ ഹൗദുൽ കൗസർ. ഇത് നമ്മൾ ആരെക്കുറിച്ചാ കേട്ടത്? ദജ്ജാലിനെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. ഒരു കയ്യിൽ സ്വർഗം ഉണ്ടാവും, മറുകൈയിൽ നരകവും ഉണ്ടാവും, തലയിൽ ഹൗദുൽ കൗസർ ഉണ്ടാവും. എന്നിട്ട് അവൻ ആളുകളോട് പറയും, ഞാനാണ് റബ്ബ്, നിങ്ങളുടെ റബ്ബ്, ഞാനാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നവൻ, നിങ്ങളെ മരിപ്പിക്കുന്നവൻ, നിങ്ങൾ എന്നെ വിശ്വസിക്കണം. അങ്ങനെ ദജ്ജാലിനെ വിശ്വസിച്ചാൽ ദജ്ജാൽ അവന്റെ സ്വർഗത്തിലേക്ക് കടത്തും. അതാവട്ടെ യഥാർത്ഥത്തിൽ നരകവുമായിരിക്കും. ദജ്ജാലിനെ അവിശ്വസിച്ചാൽ അവൻ അവന്റെ ഇടത് കൈയിലെ നരകത്തിൽ പ്രവേശിപ്പിക്കും. അത് യഥാർത്ഥത്തിൽ സ്വർഗവുമായിരിക്കും. തന്റെ കൂടെ നിൽക്കുന്നവർക്ക് ഹൗദുൽ കൗസർ കുടിപ്പിക്കും ദജ്ജാൽ അവസാന കാലത്ത് വരുമ്പോൾ എന്നൊക്കെ ഹദീസിൽ കാണാം. അതുപോലെ ശംസുലമ പറയാണ്, കാന്തപുരം ഒരു കൈയിൽ സ്വർഗം, മറു കൈയിൽ നരകം, തലയിൽ ഹൗദുൽ കൗസറുമായിട്ട് ഇങ്ങനെ പൊന്നാനിയിലും മലപ്പുറത്ത് ഊരി ചുറ്റാൻ തുടങ്ങി. എന്നിട്ട് എന്താ കാന്തപുരം പറയുന്നത്? മുസ്ലിങ്ങളെ, നിങ്ങളാരും ലീഗിന് വോട്ട്, മുസ്ലിം ലീഗിനെ തറപറ്റിക്കണം, ലീഗിനെ തറപറ്റിക്കണം. നിങ്ങളാരും ലീഗിന് വോട്ട് ചെയ്യരുത്. ലീഗിന് വോട്ട് ചെയ്താൽ ഇതാ എന്റെ കയ്യിലാണ് ഹൗദുൽ കൗസർ ഉള്ളത്, ഒരു തുള്ളി വെള്ളം പോലും തരൂല കേട്ടോന്ന്. നിങ്ങൾ ലീഗിനെ തറപറ്റിക്കണം, ലീഗിനെ പരാജയപ്പെടുത്തണം. ലീഗിനെ പരാജയപ്പെടുത്തുന്നവർക്ക് സ്വർഗം, ലീഗിന് വോട്ട് ചെയ്യുന്നവർക്ക് നരകം. പെണ്ണുങ്ങളെ, നിങ്ങളാരും ലീഗിന് വോട്ട് ചെയ്തു പോകരുത്. ചെയ്താൽ എന്റെ തലയിലാണ് ഹൗദുൽ കൗസർ ഉള്ളത്, ഒരു തുള്ളി വെള്ളം പോലും, ഒരു തുള്ളി പോലും നിങ്ങൾക്ക് തരൂല കേട്ടോ എന്ന് പറഞ്ഞ് ഊരു ചുറ്റുകയാണ് കാന്തപുരം എന്ന് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ തന്നെ പറയുന്നത്. നിങ്ങളൊന്ന് കേൾക്ക്. തോൽപ്പിക്കണം, എന്നിട്ട് വരുന്ന ഇലക്ഷനിൽ എനിക്ക് MP ആവണം. അതെന്നെ ചെയ്തെന്ന് വെച്ചാൽ പാർലമെന്റ് ഇലക്ഷൻ മലപ്പുറം ജില്ലയിൽ അത് പൊന്നാനിയും എല്ലാം തന്നെ എന്ത് ചെയ്തു? അത് പോലീസിന്റെ കൂടാ, അല്ലെങ്കിൽ പിന്നെ സാധിക്കൂല. ഒരു കയ്യിൽ സ്വർഗവും ഒരു കയ്യിൽ നരകവും, തലയിൽ ഹൗദുൽ കൗസറും. എന്നിട്ട് നാട് മുഴുവൻ കൂടി ചുറ്റി ചെന്ന് പറഞ്ഞു, ലീഗിനെ തറപറ്റിക്കണം, മുസ്ലിം ലീഗിനെ അതിന് തറപറ്റിക്കണം, മുസ്ലിം ലീഗിനെ തറപറ്റിക്കുന്നവർക്ക് സ്വർഗം, അതിന് വോട്ട് ചെയ്യുന്നവർക്ക് നരകം. പെണ്ണുങ്ങളെ, നിങ്ങൾ ആഹാരം തന്നെ ലീഗിന് വോട്ട് ചെയ്തു പോയാൽ ഹൗദുൽ കൗസറിന്റെ നിലയിലാണ് ഞാൻ തരില്ല. എന്താണ് മട്ടം? എന്താണ് ഇതിന്റെ മട്ടം? ഇതാണ് ഇതിന്റെ മട്ടം. എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ലോകത്തിൽ ഇതുപോലൊരു സാധനം ഉണ്ടായിട്ടുണ്ടോ? ലോകത്തിൽ 5 അത്ഭുതങ്ങളെന്നാണ് ചരിത്രം പറയുന്നത്. 6ാമത്തെ അത്ഭുതമാണ് ലോകത്തിൽ. എന്താണ് ഇതിനപ്പുള്ളത്? എന്നിട്ട് ഇപ്പൊ അങ്ങനെ ഹൗദുൽ കൗസറായിട്ട് എന്നങ്ങനെ നടക്കാൻ പോകും. കണ്ടോ നിങ്ങള്? ലീഗിനെ പരാജയപ്പെടുത്താൻ ഹൗദുൽ കൗസറുമായിട്ട് എന്ന് നടന്ന കാന്തപുരം. ഈ രാഷ്ട്രീയ സംഘശക്തിയെ തകർക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണല്ലോ. ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നു, ഇതിന് നേതൃത്വം നൽകുന്നു, ഈ സമുദായത്തിന്റെ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് കടിഞ്ഞാണ് പിടിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ മഹാന്മാരായ പാണക്കാട് സയ്യിദുമാരെ പോലും വെറുതെ വിടാതെ അവരെപ്പോലും അവഹേളിക്കാനും അപമാനിക്കാനും കരിവാരിത്തേക്കാനും രാഷ്ട്രീയ എതിരാളികൾ പോലും ഉന്നയിക്കാത്ത വിധം നാണം കെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരെ തേജോവധം ചെയ്യാനും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ശ്രമങ്ങൾ നടത്തിയത് നമ്മളൊക്കെ കണ്ടവരാ, നമ്മളൊക്കെ നേരിട്ട് അനുഭവിച്ചവരാ. അതുകൊണ്ട് തന്നെ ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
അങ്ങനെ കേരള മുസ്ലിങ്ങളുടെ ആത്മീയമായ സംഘശക്തിയെയും രാഷ്ട്രീയമായ സംഘശക്തിയെയും തകർക്കാനും തളർത്താനും അങ്ങനെ കേരള മുസ്ലിങ്ങളെ മെല്ലെ മെല്ലെ നശിപ്പിക്കാനുമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കാലാകാലങ്ങളിലായി ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെയൊക്കെ ലീഗിനെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ലീഗാണ് അധികാരത്തിൽ വരുന്നതെങ്കിലോ ആദ്യം ലീഗിന്റെ വിജയത്തിന്റെ മൊത്ത കുത്തക ഏറ്റെടുക്കുന്നതാരാ? ഇപ്പറഞ്ഞ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ. തെരഞ്ഞെടുപ്പിന് മുമ്പ് ലീഗ് അള്ളാഹുവിന്റെ ദീനിനെ എതിർക്കുന്ന പാർട്ടിയാണ്. ലീഗിനെ അബറാത്തിനെ തോൽപ്പിച്ച പോലെ തോൽപ്പിക്കണം. ലീഗിന്റെ കോണി നരകത്തിലേക്കുള്ള കോണിയാണ്. ലീഗിന് വോട്ട് ചെയ്താൽ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും എന്നൊക്കെ പ്രസംഗിക്കും മൗലാന. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ലീഗ് വിജയിച്ച് അധികാരത്തിൽ വന്നാലോ ഞാനാ പറഞ്ഞത് മുഴുവൻ മുസ്ലിം ലീഗിനെ കുറിച്ചല്ല, അത് തബ് ലീഗിനെ കുറിച്ചായിരുന്നു. ലീഗിനോട് ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല, ലീഗിനെ വിജയിപ്പിച്ച ഞങ്ങളാണ് എന്ന് പറഞ്ഞ ഒരു ഉളുപ്പില്ലാതെ ലീഗിന്റെ വിജയം ഏറ്റെടുക്കുകയും ചെയ്യും. അത് അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പിന്റെ ഉദാഹരണമാണ്. നമ്മൾ പലപ്പോഴും അത് കണ്ടതാണ്. പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുലമക്കെതിരെ രാഷ്ട്രീയ ബന്ധമാരോപിച്ച് ഈ സംഘടനയെ പുലർത്താൻ ശ്രമിച്ച കാന്തപുരം രാഷ്ട്രീയ പാർട്ടികളുടെ വിജയം ഏറ്റെടുക്കുന്നതും അതിന്റെ മൊത്ത കുത്തക അവകാശപ്പെടുന്നതും പലപ്പോഴും നമ്മൾ കണ്ടതാണ്. ഇക്കഴിഞ്ഞ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് കാന്തപുരം എപ്പോഴും ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ള ആ രാഷ്ട്രീയ പ്രസ്ഥാനം ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടിയപ്പോ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതെന്താ? ലീഗിനെ വിജയിപ്പിച്ചത് ഞങ്ങളാണ്. ലീഗിനെ വിജയിപ്പിച്ച ഞങ്ങളാണ്. ഞങ്ങളുടെ പിന്തുണയില്ലായിരുന്നുവെങ്കിൽ 2-3 സീറ്റ് ഞങ്ങളെങ്ങാനും പരസ്യമായി എതിർത്തിരുന്നെങ്കിൽ ആകെ 2 സീറ്റേ മുസ്ലിം ലീഗിന് കിട്ടുമായിരുന്നുള്ളൂ. റിപ്പോർട്ടർ ചാനലിലെ വേണു ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പത്രപ്രതിനിധി കാന്തപുരത്തിനോട് ചോദിക്കാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ലീഗ് 24 മത്സരിച്ചു, 20 ലീഗ് വിജയിച്ചു. എത്ര സീറ്റിൽ കാന്തപുരത്തിന്റെ ശക്തി കൊണ്ട് ലീഗ് വിജയിച്ചിട്ടുണ്ട്? വേണു മൂപ്പരൊന്ന് മൂച്ചിമ്മ കയറ്റാന്നുള്ള നിലക്ക് ചോദിച്ചതാ. മൂപ്പരാണെങ്കിലോ പാഞ്ഞ് കയറും ചെയ്തു. എന്നിട്ട് മൂപ്പരെന്താ പറയുന്നത്? മുഴുവൻ സീറ്റിലും ലീഗ് വിജയിച്ചത് ഞങ്ങളെ ശക്തി കൊണ്ടാണ്. ഞങ്ങളെ ശക്തിയില്ലായിരുന്നുവെങ്കിൽ 2-3 സീറ്റ് ഞങ്ങളെങ്ങാനും പരസ്യമായി എതിർത്തിരുന്നെങ്കിൽ ആകെ 2 സീറ്റ് മാത്രമേ ലീഗിന് കിട്ടുമായിരുന്നുള്ളൂ. ഞാൻ തമാശക്ക് പറയല്ല, നിങ്ങൾ കേൾക്ക്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വിരോധമില്ല. 24 സീറ്റിൽ മത്സരിച്ചു, 20 ലീഗ് വിജയിച്ചു. എത്രയിടത്ത് കാന്തപുരത്തിന്റെ ശക്തിയാൽ ലീഗ് ജയിച്ചു? ശക്തിയാൽ ശക്തിയില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ 1-2 സീറ്റ് അവർക്ക് കിട്ടുമായിരുന്നു. അല്ല, പരസ്യമായി ഞങ്ങൾ അതിനെ എതിർത്തിരുന്നുവെങ്കിൽ 2 അല്ലെങ്കിൽ 3 സീറ്റിൽ കവിഞ്ഞ് അവർക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. ആകെ 2 സീറ്റിൽ ജയിക്കും, 2-3 സീറ്റിൽ ജയിക്കും എന്ന് പറയുമ്പോൾ UDF അധികാരത്തിൽ പോലും വരില്ലായിരുന്നു ഉറപ്പ്. ഞാൻ ഈ പറയുന്നത് ലീഗുകാരും കേൾക്കുമല്ലോ. കേൾക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അവരെ മുന്നിൽ ഇരുത്തിക്കൊണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാം. കേരളത്തിലെ ഭരണമാറ്റത്തെ ഇത്തവണ നിശ്ചയിച്ചത് കാന്തപുരമാണ്. ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ഇവിടെ ഭരണം മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയവും അതിലില്ല. നോക്ക്, നിങ്ങൾ ഒരു കിബറും ഇല്ലാതെയാണല്ലോ മൂപ്പര് പറയുന്നത്. ഇതൊക്കെ ഞാനാ ചെയ്യുന്നതെന്നുള്ളൊരു കിബറൊന്നും മൂപ്പരിക്കില്ല. ഭരണമാറ്റം തീരുമാനിക്കുന്നത് ഞാനാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും ഇവിടെ ഭരണമുന്നണി മാറുന്നു തീരുമാനിക്കുന്നതും കേരളം ഭരിക്കേണ്ടത് ആരാണെന്ന് തീരുമാനിക്കുന്നതും ലീഗിനെ വിജയിപ്പിക്കുന്ന ഒക്കെ ഞാനാണ്. എട്ടുകാലി മമ്മൂന്ന് നമ്മൾ കുറെ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ ഏതായാലും കാണാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ. എന്താ ഈ എട്ടുകാലി മമ്മൂന്നിന്റെ പ്രത്യേകത? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധമായ കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂന്ന്. ആള് ശാരീരികമായി വളരെ ബലഹീനനാണ്. കിടന്നെടുത്തുന്ന എഴുന്നേൽക്കാൻ പോലുള്ള ആരോഗ്യം അയാൾക്കില്ല. എന്നാലോ ആ നാട്ടിലും സമീപ പ്രദേശങ്ങളിലും എവിടെ ഏത് സ്ത്രീക്ക് ഗർഭമുണ്ടായാലും മൂപ്പര് പറയും അതിന്റെ ഉത്തരവാദി ഞാനാണത് ഉണ്ടാക്കിയത്. എന്നാലും മൂപ്പർക്ക് കിടന്നെടുത്തുന്ന എഴുന്നേൽക്കാനുള്ള താക്കത്ത് ആരോഗ്യം ഇല്ലതാനും. അതേപോലെ ഓരോ മഹല്ലുകളെടുത്ത് പരിശോധിച്ചാലും 3, 4, 7 ആളുകളെ തികച്ച് എണ്ണിക്കാണിക്കാൻ പോലുമുള്ള ജനപിന്തുണയില്ലാത്ത കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറയുകയാണ്,
ഞാനാണ് ലീഗിനെ വിജയിപ്പിച്ചത്, ഞാനാണ് ഇവിടെ ഭരണമാറ്റങ്ങൾ തീരുമാനിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, 16-ാം തീയതി വോട്ടെണ്ണിക്കഴിഞ്ഞ് ഒരു ഉച്ച സമയമാകുമ്പോൾ കാന്തപുരത്തിന്റെ പത്രസമ്മേളനം വരും. ആരാണോ ജയിച്ചത് അവർക്ക് സിന്ദാബാദ് വിളിക്കാൻ. മൂപ്പരെങ്ങനെയാണ് ഫൈനൽ കഴിഞ്ഞിട്ടാണ് പറയാ ആരെ ജയിക്കുക. ബാക്കിയുള്ളവരെല്ലാവരും ഫൈനലിന് മുമ്പ് തന്നെ തീരുമാനം പറയും. മൂപ്പര് ഫൈനൽ കഴിഞ്ഞിട്ടാണ് പറയുക ആരാണ് വിജയിക്കുക. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, മിസ്റ്റർ കാന്തപുരം, നിങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച നിലപാടെന്താണ് എന്ന് മെയ് 16-ന് വോട്ടെണ്ണുന്നതിന് മുമ്പ് ആർജവത്തോടെ നട്ടലോടുകൂടി കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയാൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് ധൈര്യമുണ്ടോ? ഞങ്ങൾ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നാലിന്ന സ്ഥാനാർത്ഥികൾക്കാണ്, ഇന്നാലിന്ന മണ്ഡലങ്ങളിൽ ഇന്നാലിന്ന സ്ഥാനാർത്ഥികൾക്കാണ്, ഇന്നാലിന്ന മുന്നണികൾക്കാണ് വോട്ട് ചെയ്തത് എന്ന് പറയാനുള്ള നട്ടല്, അതല്ലേ ആണത്തമുണ്ടെങ്കിൽ കാണിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണിക്കഴിഞ്ഞാൽ ആരാണോ വിജയിക്കുന്നത് അവരുടെ വിജയത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കുന്നതിന് പകരം മാന്യമായി ഞങ്ങൾ ഇന്നാലിന്ന ആളുകൾക്കാണ് വോട്ട് ചെയ്തത്, ഞങ്ങളുടെ ശക്തി കൊണ്ട് അവർ വിജയിക്കുക തന്നെ ചെയ്യും എന്ന് വോട്ടെണ്ണുന്നതിന് മുമ്പ് പറയണ്ടേ? എന്താ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച നിലപാട്? ആദ്യം അദ്ദേഹം പറഞ്ഞു 3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ആർക്കാ വോട്ട് ചെയ്യാന്ന് പറയും. 3 ദിവസത്തിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിച്ചു കാത്തിരുന്നു ഈ തെരഞ്ഞെടുപ്പിനെങ്കിലും കാന്തപുരം അത് മുൻകൂട്ടി പറയും. എത്രമാത്രം അയാൾക്ക് ജനകീയമായ പിന്തുണയുണ്ട് എന്നെല്ലാവർക്കും ബോധ്യപ്പെടുമല്ലോ. അതുകൊണ്ട് മൂപ്പര് പറയട്ടെ, 3 ദിവസം കാത്തുനിന്ന് നോക്കി. 3 അല്ല 30 ദിവസം കഴിഞ്ഞിട്ടും പിന്നെ ഒരു പ്രസ്താവനയും കാണുന്നില്ല. കാന്തപുരം പറഞ്ഞ 3 ദിവസം അത് ഭൂമിയിലെ 3 ദിവസമായിരുന്നില്ല, മഹ്ശറയിലെ 3 ദിവസമാണെന്ന് പിന്നെ മനസ്സിലായത്. പിന്നെ 1-2 മാസം കഴിഞ്ഞപ്പോ അദ്ദേഹം ഇവിടെ അടുത്ത് ഒരു പരിപാടി, കോട്ടക്കലടുത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ സംഘടന രാഷ്ട്രീയം പറയുന്ന സംഘടനയല്ല. അതേ പ്രസംഗത്തിന്റെ അവസാനം പറഞ്ഞു, ഞങ്ങൾക്ക് ആരാ വോട്ട് ചെയ്യുക, ഞങ്ങൾ ആർക്കാ വോട്ട് ചെയ്യുക എന്ന് 2 ദിവസത്തിനുള്ളിൽ പ്രവർത്തകരെ അറിയിക്കുന്നതാണ്. 2 ദിവസത്തിനുള്ളിൽ പ്രവർത്തകരെ അറിയിക്കും. എന്നാൽ 2 ദിവസം തീരുമാനം പറയുന്ന കാത്തിരുന്നു, അതുമില്ല. അതിനുശേഷം ഒരു സംഘടനാ മീറ്റിംഗ് വിളിച്ച് മലബാറിലെ മലപ്പുറമല്ലാത്ത മണ്ഡലങ്ങളിൽ മുഴുവൻ ഇടതുപക്ഷത്തിനാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന രീതിയിൽ പത്രമാധ്യമങ്ങളിലടക്കം കവറേജ് കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു പ്രചരണം നടത്തി. മലപ്പുറത്ത് നിഷേധ വോട്ട്, മറ്റുള്ള മണ്ഡലങ്ങളിൽ, മലബാറിലെ മറ്റു ഇതര മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി, ബാക്കിയുള്ള കേരളത്തിലെ മണ്ഡലങ്ങളിൽ മനസ്സാക്ഷി. രാവിലെ തീരുമാനം പത്രമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു, വൈകുന്നേരം അത് നിഷേധിച്ചു. എന്നിട്ട് കാന്തപുരം പറഞ്ഞു, മനസ്സാക്ഷി വോട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്, ഇന്നാലിന്ന മുന്നണി ഇന്നാലിന്ന പാർട്ടി സ്ഥാനാർത്ഥിയൊന്നും ഞങ്ങൾ നോക്കുന്നില്ല, മനസ്സാക്ഷി അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ കാന്തപുരം ആർക്ക് വോട്ട് ചെയ്യാം? കാന്തപുരം എങ്ങനെ വോട്ട് ചെയ്യാം? മൂപ്പരിക്ക് സാധനമുണ്ട്, ഈ മനസ്സാക്ഷി എന്ന് പറഞ്ഞ സാധനം കാന്തപുരത്തുണ്ടോ? അതുണ്ടെങ്കിൽ ഇക്കാണുന്ന തെമ്മാടിത്തം തെണ്ടിത്തരം മൂപ്പര് ചെയ്യും. മനസ്സാക്ഷി അനുസരിച്ചാണ് വോട്ട് ചെയ്യേണ്ടത്, കാന്തപുരം എങ്ങനെ വോട്ട് ചെയ്യാം? ഏതായിരുന്നാലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാതെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച കാന്തപുരം ഇൻഷാ അല്ലാഹ് അയാളുടെ പാരമ്പര്യവും കഴിഞ്ഞകാല ചരിത്രവും വെച്ച് നമ്മൾ അനുമാനിക്കുന്നു, 16-ന് ആരാണോ വിജയിക്കുന്നത് അവരുടെ വിജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രംഗത്ത് വരും. ആ രീതിയിലുള്ള നാണം കെട്ട രാഷ്ട്രീയ കളികളാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിൽ നിന്ന് കേരളം കണ്ടത്. അങ്ങനെ ഒരു മതപണ്ഡിതന് യോജിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന കാന്തപുരം ഏറ്റവും അവസാനം ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് കയറി പിടിച്ചത്. ആ ഹബീബിനോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിവാദത്തിൽ നിന്ന് തലയൂരാൻ കുറുക്കന്റെ കൗശലമുള്ള കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് സാധ്യമാവാത്തത്. കാന്തപുരത്തെ സംബന്ധിക്കുന്ന ആദ്യത്തെ വിവാദമൊന്നല്ലല്ലോ ഇത്. എത്രയോ വിവാദങ്ങൾ, എത്രയോ ആരോപണങ്ങൾ നിരന്തരമായി കാന്തപുരത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടു സത്യസന്ധമായി. പക്ഷെ അതിൽ നിന്നൊക്കെ അസാമാന്യമായ വഴുവഴുപ്പോടുകൂടി രക്ഷപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് ഈ മുടിക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തത്, അണ്ണാക്കിലും മുടി കുടുങ്ങിയിട്ട് തുപ്പിയിട്ടാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല, വെള്ളം കുറെ കുടിച്ചോക്കി അങ്ങോട്ട് പോകുന്നില്ല. ആ ഒരു ഗതികേടിൽ നിന്ന് കാന്തപുരം ഇങ്ങനെ വട്ടം കറങ്ങേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? അത് നമ്മളാരുടെയും പ്രവർത്തന ഫലമല്ല, ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നേരിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നു എന്നതിന്റെ തെളിവാണ്. കാരണം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. പച്ച
പച്ചയായ പ്രവാചക നിന്ദയാണ് ഈ വിവാദത്തിലുടനീളം കാന്തപുരം നടത്തിയത്. നമ്മുടെ ഈ സമ്മേളനത്തിന്റെ പ്രമേയം പോലും അതാണ്, കാന്തപുരം വിഘടിത വിഭാഗത്തിന്റെ പ്രവാചക നിന്ദ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പച്ചയായി നിന്ദിക്കുന്ന ഏർപ്പാടുകളാണ് കാന്തപുരം ഈ വിവാദത്തിലുടനീളം നടത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി നേരത്തെ ഇവിടെ മുഹമ്മദ് രാമന്തലി സൂചിപ്പിച്ചതുപോലെ 2-2.5 മീറ്ററൊക്കെ നീളമുള്ള മുടി കൊണ്ടുവന്നിട്ട് ആ മുടിയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആരോപിച്ച് കച്ചവടം നടത്താൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ശ്രമം നടത്തിയത്. 27 നിങ്ങൾ നോക്കൂ, നിങ്ങൾ സ്ക്രീനിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് മുടി കൈമാറിയ സാക്ഷാൽ അഹമ്മദ് ഖസ്റജി തന്റെ വീട്ടിൽ സൂക്ഷിക്കുന്ന മുടിയുടെ ആ വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്കിപ്പോ കാണാൻ കഴിയും. ആ മുടി കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇത് സൗന്ദര്യത്തിന്റെ പ്രതീകമായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയാണോ അല്ലേ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ. ഖസ്റജിയുടെ വീട്ടിലുള്ള മുടിയാണ്. നോക്കൂ നിങ്ങൾ, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് മർക്കസിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് മുടി കൈമാറിയ സാക്ഷാൽ അഹമ്മദ് ഖസ്റജി എന്ന് പറയുന്നയാൾ തന്റെ വീട്ടിൽ സൂക്ഷിക്കുന്ന മുടിയുടെ നീളവും അതിന്റെ അസാധാരണമായ എണ്ണക്കൂടുതൽ. ആ മുടി നമ്മുടെ സഹോദരിമാർക്കുണ്ടാവുമോ, നമ്മുടെ ഭാര്യമാർക്കുണ്ടാവുമോ, നമ്മുടെ ഉമ്മമാർക്കുണ്ടാവുമോ? ഇത്ര നീളമുള്ള മുടി ഒരു സാധാരണ മനുഷ്യ സ്ത്രീയുടെ തലയിലൂടെ ഇട്ടാൽ പോലും ചന്തയും കഴിഞ്ഞ് മുട്ടിനടിയിലേക്ക് നീണ്ടു നിൽക്കുന്ന 1-2.5 മീറ്റർ നീളമുള്ള മുടിയാണ് അഹമ്മദ് ഖസ്റജി തന്റെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അത് 1-2 ആയിരക്കണക്കിന് 10,000 മുടികൾ. ഇതേ നീളമുള്ള അസാധാരണമായ നീളമുള്ള ആയിരക്കണക്കിന് 10,000 ലക്ഷക്കണക്കിന് മുടികൾ തന്റെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ച് ലോകമാസകലം നടന്ന് വിൽക്കുക എന്ന് പറഞ്ഞാൽ പോരാ, പറന്ന് വിൽപ്പന നടത്തുന്ന പക്ക ആക്രി കച്ചവടക്കാരനാണ് അഹമ്മദ് ഖസ്റജി എന്ന് പറയുന്നയാൾ. പക്ക ആക്രി കച്ചവടക്കാരൻ. ബോംബെയിലെ ഇക്ബാൽ ജാലിയവാലയുടെ കഥ ബഹുമാനപ്പെട്ട മുഹമ്മദ് രാമന്തലി സാഹിബ് പറഞ്ഞു. സമാനമായ ഖസ്റജിയെ പോലെ തന്നെ സമാനമായ തട്ടിപ്പ് നടത്തുന്ന ബോംബെയിലെ ആത്മീയ കച്ചവടക്കാരനാണ്, ആക്രി കച്ചവടക്കാരനാണ് ഇക്ബാൽ ജാലിയവാല. ഇതുപോലെ അസാധാരണമായ നീളമുള്ള മുടിക്കെട്ടുകൾ സൂക്ഷിച്ചു വെച്ച് അത് വ്യാപകമായി കച്ചവടം നടത്തുന്ന പക്ക കച്ചവടക്കാരനാണ് ഇക്ബാൽ ജാലിയവാല. ഈ 2 കച്ചവടക്കാരിൽ നിന്ന് മുടി വാങ്ങിക്കൊണ്ടുവന്ന് കേരളത്തിൽ അതിന്റെ പേരിൽ കോടികളുടെ ആത്മീയ വാണിഭ്യം നടത്തുന്ന വലിയ കച്ചവടക്കാരനാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള അസാമാന്യമായ നീളമുള്ള മുടിയുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? മനസാക്ഷിയുള്ള ഒരു വിശ്വാസിക്ക് സാധ്യമാകുമോ? നമ്മൾ ആലോചിച്ചു നോക്കൂ, നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കൂ. സൗന്ദര്യത്തിന്റെ പ്രതീകമായിരുന്ന ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്ര നീളമുള്ള മുടി വളർത്തിയിരുന്ന പ്രാകൃത വേഷധാരിയായിരുന്നു, കാട്ടാള വേഷധാരിയായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ നമുക്ക്? എന്നാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇത്ര നീളമുള്ള മുടിയിൽ നിന്നൊരു കഷ്ണം സമർത്ഥമായി വെട്ടിയെടുത്ത് കേരളത്തിൽ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ഇതിന് ന്യായീകരണം ചമക്കാനും ശ്രമിച്ചു. നമ്മൾ പറഞ്ഞു ഇത്ര നീളമുള്ള മുടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടാവില്ല. നമ്മൾ വളരെ ശക്തമായ ഹദീസുകളുടെ പ്രാമാണികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത് പറഞ്ഞപ്പോ ഇവർ പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്ര നീളമുള്ള മുടി ഉണ്ടാവാം, അതിൽ പ്രത്യേകിച്ച് സംശയമൊന്നും വേണ്ട. അതിനൊരു കാരണവും പറഞ്ഞു. 6 വർഷക്കാലം തുടർച്ചയായി മുടി വെട്ടാതെ നടന്നിരുന്നയാളായിരുന്നു ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നഊദു ബില്ലാഹ്, അല്ലാഹു ഇവരുടെ ശർറിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇവര് സുന്നത്ത് ജമാഅത്തിനകത്തുണ്ടോ എന്നല്ല നമ്മൾ നോക്കേണ്ടത്, ഇവര് പരിശുദ്ധമായ ദീനിനകത്തുണ്ടോ ഇല്ലേനാ. 6 വർഷക്കാലം മുടിവെട്ടാതെ നമ്മൾ സ്ക്രീനിൽ കണ്ടതുപോലെ അസാമാന്യമായ നീളമുള്ള
മുടിയുമായി നടന്നിരുന്നയാളായിരുന്നു ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് പച്ച മലയാളത്തിൽ എഴുതി വെച്ചു. ഇവരുടെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണശാല പുറത്തിറക്കിയ ഷേറെ മുബാറക് വിമർശനങ്ങൾക്ക് മറുപടി എന്ന് പറയുന്ന പുസ്തകത്തിൽ സിറാജ് പത്രത്തിൽ പരമ്പരയായി പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ പുസ്തക സമാഹാരമാക്കി പുറത്തിറക്കിയപ്പോഴും തിരുത്തിയിട്ടില്ല. 6 വർഷം ഒരാൾ മുടി നീക്കാതിരുന്നാൽ അതിനെത്ര നീളം കാണും? ഇതേ നീളം കാണും. ഈ നീളമാണല്ലോ നിങ്ങളുടെ സംശയം. എന്നാൽ ആ സംശയത്തിന് ഇതാ മറുപടി. 6 വർഷം ഒരാൾ മുടി നീക്കം ചെയ്യാതിരുന്നാൽ അതിനെത്ര നീളം കാണും? വിവാദം തിന്നു നടക്കുന്നവർക്ക് വിവരിച്ചു കൊടുത്താൽ മതിയാവുകയില്ലല്ലോ, അവർക്ക് നേരിട്ട് കാണണം. അതുകൊണ്ട് നേരിട്ട് കണ്ടു ബോധ്യപ്പെടാൻ ഒരു മാർഗം നിർദ്ദേശിക്കാം. കൂരിയാടിനെയും അമ്പലക്കടവ്, കണ്ണാടിപ്പറമ്പ്, മൂത്തേടം, കൂടത്തായി തുടങ്ങിയവരെയും കൂട്ടത്തിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, ഹുസൈൻ മടവൂർ എന്നീ സഖ്യകക്ഷി പ്രതിനിധികളെയും 6 വർഷം ബാർബർ ഷോപ്പിൽ കയറ്റാതെ പോറ്റണം. എന്നിട്ട് നമുക്ക് മുടിയുടെ അളവെടുക്കാം. അപ്പോഴറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിൽ നീക്കം ചെയ്ത ഷഅർ മുബാറക്കിന്റെ നീളം. അതായത് നിങ്ങൾ ഈ പറയുന്ന നീളത്തിന്റെ കാര്യത്തിലുള്ള സംശയം, ആ സംശയത്തിന് ഇതാ മറുപടി. 6 കൊല്ലക്കാലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി നീട്ടി വളർത്തിയിരുന്നില്ല. അങ്ങനെ സ്ക്രീനിൽ കാണുന്നത് പോലെ അസാധാരണമായ നീളമുള്ള മുടിയുമായി നടന്നിരുന്ന പ്രാകൃത വേഷധാരിയായിരുന്നു സൗന്ദര്യ തികവാർന്ന ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ഗുരുതരമായ പരാമർശം പച്ചയായി എഴുതി വെച്ചു എന്ന് മാത്രമല്ല, സിറാജ് പ്രസിദ്ധീകരിച്ചു. അന്ന് തിരുത്താൻ ആർക്കും തോന്നിയില്ല. അത് പുനഃപ്രസിദ്ധീകരണം നടത്തി തിരുത്തിയില്ല. കഴിഞ്ഞ 3-4 വർഷങ്ങളായി ഞങ്ങൾ നിരന്തരമായി പറയുന്നു, ഇന്നുവരെ അത് തെറ്റായിരുന്നു എന്ന് പറയാനുള്ള മാന്യത പോലും കാന്തപുരം വിഭാഗത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാർ കാണിച്ചിട്ടില്ല. ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനാണോ? ഇവർ പ്രവാചകാനുരാഗികളാണോ? ഇവർ പ്രവാചകനോട് പ്രതിബദ്ധതയുള്ള ആളുകളാണോ? നാട്ടി ഉസ്താദ് പറഞ്ഞ പോലെ സലാത്തും ബുർദാസ്വാദന മജ്ലിസുമൊക്കെ കേവലം സാമ്പത്തികമായ സമാഹരണത്തിനുള്ള വഴിയായി മാത്രം കാണുന്ന ആളുകളാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ പച്ചയായി നിന്ദിക്കുന്നത്. ഇപ്പൊ പുതിയൊരു ഏർപ്പാടുണ്ട്. എന്താ? സലാത്ത് ചാക്കിലാക്കി മദീനയിലേക്ക് കൊണ്ടുപോവാ. സലാത്ത് ക്ലബ്ബ് ഉണ്ടാക്കിയിട്ട് ആ ക്ലബ്ബിൽ അംഗങ്ങളായ ആളുകൾ സലാത്ത് ചെല്ലണം. എന്നിട്ടോ ആ സലാത്തൊക്കെ ഇവരുടെ ഏതെങ്കിലും മുസ്ലിയാരെയോ ഷെയ്ഖിനെയോ കോജയെ ഏൽപ്പിച്ചാൽ മൂപ്പരെന്ന് നേരെ മദീനയിൽ കൊണ്ടുപോയി അള്ളാഹിന്റെ റസൂലിനെ ഏൽപ്പിക്കുന്ന സലാത്ത് ചെല്ലൽ നല്ല കാര്യമാണ്. ആ സലാത്ത് വർദ്ധിപ്പിക്കണം. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സലാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ദുന്യവിയായ പ്രശ്നങ്ങൾക്കും ഉഖ്റവിയായ പ്രശ്നങ്ങൾക്കും ഏറ്റവും വലിയ പരിഹാരമാണ് സലാത്ത്. അത് വർദ്ധിപ്പിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നാൽ ആ സലാത്തിനെ പോലും കച്ചവടവൽക്കരിക്കുകയാണ്. എന്തിനാ സലാത്ത് മദീനയിലെത്തിക്കാൻ ഇടയ്ക്കൊരു ഏജന്റ്? ഇന്ന സലാത്തക്കും അലയ്യ മഅറൂള, ഇന്ന സലാത്തക്കും അലയ്യ മഅറൂള. ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് നിങ്ങൾ സലാത്ത് ചൊല്ലിയാലും നിമിഷാർദ്ധങ്ങൾക്കുള്ളിൽ അതെന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമെന്ന് സ്വാദിഖുൽ മസ്തൂഖായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് ഈ കോടിപ്പുറത്തു നിന്ന് പാവപ്പെട്ട ഒരു മുസ്ലിം ഒരു സലാത്ത് ചൊല്ലിയാൽ ഇന്ന സലാത്തക്കും അലയ്യ മഅറൂള, ഒട്ടും വൈകാതെ ആ സ്വലാത്ത് മദീന മുനവ്വറയിൽ മുന്തിരിപ്പൂവള്ളികളുടെയും ഈത്തപ്പനക്കുലകളുടെയും ശീതളച്ചായിൽ പരിലസിക്കുന്ന ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലേക്ക് നേരെ എത്തുകയാണ്. അവിടെ പിന്നെ ഒരു കോജന്റെ ഏജൻസി ആവശ്യമില്ല. അവിടെ ഒരു തങ്ങളുടെ, അവിടെ ഒരു മുസ്ലിയാരുടെ, അവിടെ ഒരു നേതാവിന്റെയും മധ്യവർത്തിത്വം ആവശ്യമില്ല. എന്നാൽ ഇവരോ ഈ സലാത്ത്, ആ സലാത്തിന്റെ പേരിൽ പിരിവ്, എന്നിട്ട് ആ സലാത്ത് മദീനയിൽ എത്തിച്ചോളാം എന്ന് പറഞ്ഞൊരു തട്ടിപ്പ്. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയൊക്കെ കച്ചവടം നടത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ കച്ചവടം നടത്താൻ ശ്രമിക്കുന്ന ആളുകൾ പച്ചയായി ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിക്കാൻ ശ്രമിക്കും.
അതുകൊണ്ടാണ് ഇതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇതിന്റെ സത്യാവസ്ഥ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വളരെ ശക്തമായി രംഗത്ത് വന്നതും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ആ നിലപാട് വമ്പിച്ച വിജയമായി മാറിയത്. വമ്പിച്ച വിജയമാണ്. എത്രയോ ആളുകൾക്ക് സത്യം ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രസംഗിച്ചു പോയ മുഹമ്മദ് സാഹിബ് രാമന്തളി തന്നെ 26 വർഷക്കാലം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നിഴലായി കൂടെ നടക്കുകയും കേശവിവാദത്തിൽ പോലും കാന്തപുരത്തിന് അനുകൂലമായി ഹൈക്കോടതിയിൽ കക്ഷി ചേരുകയും ചെയ്തയാളാണ് സാക്ഷാൽ മുഹമ്മദ് രാമന്തളി. ആ മുഹമ്മദ് രാമന്തളി അടക്കം ജിഷാൻ മായി അടക്കം കേശവിവാദത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ പോലും വളരെ ശക്തമായി കാന്തപുരത്തെ പ്രതിരോധിച്ചു നിന്നിരുന്ന പല ആളുകൾക്കും സത്യം ബോധ്യപ്പെടുത്താനും ഈ സത്യപാതയിലേക്ക് അവരെ കൊണ്ടുവരാനും SKSSFന്റെ ഈ ജിഹാദിന് സാധ്യമായിട്ടുണ്ട്. ഇത് വമ്പിച്ച വിജയമാണ്. വലിയൊരു ആത്മീയ കച്ചവടത്തെ തകർത്തു തെരിപ്പണമാക്കി കയ്യിൽ കൊടുക്കാൻ SKSSFന് സാധ്യമായിട്ടുണ്ട്. ഈ നിലപാട് SKSSF സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ സുബ്ഹാന ജല്ല വഅല വലിയൊരു ആത്മീയമായ ദുരന്തത്തിലേക്ക് കേരള മുസ്ലിങ്ങൾ എത്തുമായിരുന്നു. വലിയൊരു ആത്മീയ ദുരന്തത്തിൽ നിന്നാണ് കേരള മുസ്ലിങ്ങളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രക്ഷിച്ചെടുത്തത്. മഹാനായ നമ്മുടെ അഭിവന്ദ്യനായ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും സിഹത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ, ആമീൻ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. യോഗശൈലിയിലാണ് മഹാനായ ഉസ്താദ് ഉള്ളത്. അള്ളാഹു അദ്ദേഹത്തിന് യോഗശമനം പ്രദാനം ചെയ്യട്ടെ, സിഹത്തും ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ, ദീർഘകാലം ഈ സമുദായത്തിന് നേതൃത്വം നൽകാനുള്ള തൗഫീഖും ഹിമ്മത്തും പ്രദാനം ചെയ്യട്ടെ, ആമീൻ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് തന്നെ പറഞ്ഞോട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത്ര ശക്തമായ നിലപാട് സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ, സമസ്ത ഇങ്ങനെ ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് പോയില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു, ഇവിടെ എന്താകുമായിരുന്നു സംഭവിക്കുക എന്ന് മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് ഒന്ന് പറഞ്ഞോട്ടെ. സമസ്ത ഞാനും ഇതിൽ എതിർത്തിട്ടില്ലെങ്കിൽ ഉള്ള ബാർബർ ഷാപ്പിലൊക്കെ സകല മുടിയും തപ്പിപ്പോകും. ഇതാ തീരൂന്ന് പറഞ്ഞാൽ മതിയല്ലേ. അല്ലെങ്കിൽ ഷെയറേ മുബാറക്ക്, ഷെയറും മുബാറക്കും എന്ന് പറഞ്ഞിട്ടില്ല, ഷെയറേന്ന് പറയണം. എന്നാ പിന്നെ അതിന് സെനത് വേണ്ട. അങ്ങനെ വരെ എത്തി കാര്യം. എന്താ തലക്കന്നെ 10-22 കൊല്ലം ഒന്നായിട്ട് ഇങ്ങനെ നുണ പറഞ്ഞാൽ പിന്നെ അത് തന്നെ ഏലാവും. നോക്കൂ നിങ്ങൾ, അങ്ങനെ ഒരു ആത്മീയ ദുരന്തത്തിൽ നിന്നാണ് കേരള മുസ്ലിങ്ങളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രക്ഷിച്ചെടുത്തത്. കാരണം മുടിയെന്ന് പറയുന്ന വസ്തു സുലഭമായി ആർക്കും ലഭിക്കുന്ന ഏത് ബാർബർ ഷോപ്പിൽ പോയാലും ചാക്ക് കണക്കിന് മുടി കിട്ടും. ആ മുടിയുമായ ഒരാൾ നാളെ കോടിപ്പുറത്ത് വന്നിട്ട് ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയാണ്, ഇതെനിക്ക് ബോംബെയിലെ ജാലിയാവാല തന്നതാണ്, അല്ലെങ്കിൽ അബൂദാബിയിലെ ഖസറജ് തന്നതാണ്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുള്ള ഏതെങ്കിലും ഫുലാൻ ബിൻ ഫുലാൻ തന്നതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല, അത് പരിശോധിക്കാൻ പാടില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പാടില്ല. ഒരാക്ഷേപവും ഒരന്വേഷണവും ഇല്ലാതെ അതങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിക്കൊള്ളണം എന്ന കാന്തപുരം വിഭാഗത്തിന്റെ നിലപാടുണ്ടല്ലോ. ആ അപകടകരമായ നിലപാടിനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രതിരോധിക്കുകയും അതിലെ പൊള്ളത്തരങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് എന്ന് പറയപ്പെടുന്ന മുടി സുലഭമായി കേരളത്തിൽ കിട്ടുന്ന ഒരവസ്ഥ വരുമായിരുന്നു. ആർക്കും എന്തും പറയാം. അതാണ് കാന്തപുരം വിഭാഗം ഏറ്റവും അവസാനം പറയുന്നത്. ഒരു രേഖയും തങ്ങളുടെ കയ്യിലില്ല എന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടപ്പോൾ അവസാനം പറയുന്നത് ഒരു രേഖയും ആവശ്യമില്ല, റസൂലിന്റേതാണ് എന്ന് പറഞ്ഞോ എന്നാ അംഗീകരിച്ചോളണം. ഉസ്താദ് പറഞ്ഞതുപോലെ ഷറേ മുബാറക്ക് എന്ന് നാക്ക് വളച്ചു പറഞ്ഞാൽ പിന്നെ ഒരു ചോദ്യവും പാടില്ല, ഒരന്വേഷണവും പാടില്ല, അതങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിക്കൊള്ളണം. അല്ലെങ്കിൽ തിരുകേശമാണെന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ പറഞ്ഞു കിട്ടിയാ മതി, അതങ്ങനെ തന്നെ വിശ്വസിച്ചു കൊള്ളണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞാൽ മതി, പിന്നെ വേറെ ചോദ്യ ഉത്തരവൊന്നും വേണ്ട, അതങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങണം എന്നാണ്. അങ്ങനെ ആവുമ്പോ ആർക്കും എന്തുമാവാമല്ലോ.
ഏത് അരാജകത്വവും ഏത് ആത്മീയമായ കച്ചവടവും സുലഭമായി നടത്താവുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷെ അള്ളാഹു മുസ്ലിം കേരളത്തെ രക്ഷിച്ചു. ആ ദൗത്യം സമസ്ത കേരള ജംഇയ്യത്തുലമ ഏറ്റെടുത്തു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുടിയുമായി രംഗപ്രവേശം ചെയ്തപ്പോ തന്നെ അത് ഒറിജിനലല്ല, ഇത് യാഥാർത്ഥ്യമല്ല എന്ന് പറയാൻ, പ്രഥമ ദൃഷ്ട്യാ തന്നെ പറയാൻ ഒരുപാട് തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പ്രധാനമായിട്ട് കാന്തപുരം കൂടെയുള്ള ആളുകളും നാവ് തുറന്നാൽ കളവ് മാത്രമേ പറയാറുള്ളൂ എന്നത് കേരള മുസ്ലിങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ മുടി ഒറിജിനലാണ് കണ്ണും പൂട്ടി പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, അതിന് നമുക്ക് ധൈര്യം പകരുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഇയാളും കൂടെയുള്ള ആളുകളും നാവ് തുറന്നാൽ കളവേ പറയാറുള്ളൂ എന്നതാണ്. കളവേ പറയാറുള്ളൂ. മഹാനായ ശംസുലമ പറഞ്ഞിട്ടുണ്ട്, ഇയാൾ രണ്ട് കാര്യത്തിന് വായ തുറക്കാറുള്ളൂ, ഒന്ന് ഭക്ഷണം കഴിക്കാനും മറ്റൊന്ന് കളവ് പറയാനും. അത് സത്യം. കളവ് മാത്രം പറയുകയും കളവ് തന്നെ പറഞ്ഞ് ശീലിക്കുകയും ചെയ്ത നേതാവും അനുയായികളുമാണ് കാന്തപുരം വിഭാഗത്തിലുള്ളത്. അയാൾ പറഞ്ഞ കളവുകൾ പറയാൻ തന്നെ ദീർഘമായ സമയം ചെലവഴിക്കേണ്ടി വരും. ചില ഉദാഹരണങ്ങൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാന്തപുരം മുതൽ ഇങ്ങോട്ടുള്ള നേതാക്കൾ പറയുന്ന പച്ചക്കള്ളങ്ങളും നട്ടാൽ മുളക്കാത്ത കല്ലുവച്ച എന്ന് പറഞ്ഞാൽ പോലെ പാറവച്ച കളവുകളും, മതപണ്ഡിത വേഷം ധരിച്ച് പരിശുദ്ധമായ ദീനിന്റെ പേരിൽ കളവ് പറയരുത് എന്ന് പഠിപ്പിക്കുന്ന, അതിനെ വലിയൊരു പാപമായി കാണുന്ന, പരിശുദ്ധമായ മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന മതപണ്ഡിതന്മാരാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഒരു ഉളുപ്പുമില്ലാതെ പൊതുസമൂഹത്തിന് മുന്നിൽ പച്ചക്കളവുകൾ പറയും. കളവുകളുടെ മേൽ നിർമ്മിക്കപ്പെട്ട ഒരു സംഘടന, കളവ് കൊണ്ട് നിലനിൽക്കുന്ന ഒരു സംഘടന. കളവ് പറഞ്ഞിട്ടാ തുടങ്ങിയത്. മഹാനായ ശംസുല്ലമക്ക് വഴിവെച്ചു, മഹാനായ കണ്ണിയത്ത് ഉസ്താദിന് പഴിച്ചു, അവരുടെ സുന്നത്ത് ജമാഅത്തിന്റെ സ്പിരിറ്റ് കുറഞ്ഞു, അവർ വിധേയകളുമായി വേദി പങ്കിട്ടു, അവർ സമസ്തയെ തകർക്കാൻ ശ്രമിക്കുന്നു, സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നിങ്ങനെ നൂറായിരം കളവുകൾ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ആ കളവുകളുടെ പേരിൽ തന്നെയാണ് നിരന്തരമായി പിടിച്ചു നിൽക്കുന്നത്. അവിടെ മുതൽ ഇങ്ങോട്ടുള്ള കളവുകളുടെ ചരിത്രമൊന്നും നമ്മൾ പരിശോധിക്കണ്ട, അതിന് നമ്മുടെ ഈ പരിമിതമായ സമയം പര്യാപ്തമല്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റായ ചില ബടായികൾ, ഏറ്റവും പുതിയ ചില നുണകൾ, അതും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലും സ്ഥലങ്ങളിലും നിന്നുകൊണ്ട് വലിയ കളവുകൾ പറയുന്ന സമൂഹത്തെ അങ്ങനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇവരെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? എങ്ങനെ വിശ്വസിക്കും? കളവ് പറയുന്ന ആളുകളെ സാക്ഷി നിൽക്കാൻ പോലും പറ്റൂല. എന്നിട്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട, അവിടുത്തെ ദാത്തു ഷരീഫയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തന്നെ ഈ അടുത്ത കാലത്ത് പറഞ്ഞ വലിയൊരു നുണ. നമ്മളൊക്കെ അറിഞ്ഞവരാണ്, നമ്മളൊക്കെ വായിച്ചവരാണ്, നമ്മളൊക്കെ കേട്ടവരാണ്. മാതൃഭൂമി ആഴ്ച പതിപ്പിലെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകന്റെ മുന്നിലിരുന്നുകൊണ്ട് ലക്ഷക്കണക്കിന് വായനക്കാരുള്ള ഒരു പ്രസിദ്ധീകരണത്തിന് കൊടുത്ത അഭിമുഖത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വിവാദ കേശവുമായി ബന്ധപ്പെട്ട്, വ്യാജ കേശവുമായി ബന്ധപ്പെട്ട്, അതിന്റെ അനുബന്ധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വലിയ നുണകൾ നമ്മളൊക്കെ അറിഞ്ഞവരാണല്ലോ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മാതൃഭൂമിയുടെ ലേഖകനോട് പറഞ്ഞ കളവുകൾ ഞാനൊന്ന് സംഗ്രഹിച്ചു പറയാം. വ്യാജകേശത്തിന്റെ പേരിൽ ഞങ്ങൾ നോട്ടീസ് അടിക്കുകയോ പ്രചരണം നടത്തുകയോ ചെയ്തിട്ടില്ല. ഈ വ്യാജകേശവുമായി ബന്ധപ്പെട്ടോ ആ വ്യാജകേശം സൂക്ഷിക്കാൻ നിർമ്മിക്കുന്നു എന്ന് പറയപ്പെടുന്ന പള്ളിയെക്കുറിച്ചോ ഒന്നും ഞങ്ങൾ നോട്ടീസ് അടിച്ചിട്ടില്ല, ഞങ്ങൾ ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടില്ല, ഞങ്ങൾ മറ്റു പ്രചരണങ്ങൾ ഒന്നും നിർവഹിച്ചിട്ടില്ല. 2, തിരികേശത്തിന്റെ പേരിൽ ഒരു പിരിവും ഞങ്ങൾ നടത്തിയിട്ടില്ല. പള്ളിയുണ്ടാക്കാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇന്ത്യയിലാകമാനം 2000-ത്തിലധികം പള്ളികൾ ഞങ്ങൾക്കുണ്ട്. തിരികേശത്തിന്റെ പേര് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു പിരിവും നടത്തിയിട്ടില്ല, ഒരു പ്രചരണം നടത്തിയിട്ടില്ല, ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടില്ല, നോട്ടീസ് അടിച്ചിട്ടില്ല. മാത്രമല്ല, തിരികേശ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയും ഇല്ല. അങ്ങനെ ഒരു പള്ളി തന്നില്ല. അങ്ങനെ ഒരു പള്ളിയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കുന്ന ഞങ്ങൾ പറഞ്ഞിട്ടും ഇല്ല.
മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകന്റെ മുന്നിലിരുന്നുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസിദ്ധീകരണത്തിന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നൽകിയ നീണ്ട അഭിമുഖത്തിൽ പറഞ്ഞ പല കളവുകളിൽപ്പെട്ട 2-3 കളവുകളാണിത്. തിരികേശത്തിന്റെ പേരിൽ ഞങ്ങൾ നോട്ടീസ് അടിച്ചിട്ടില്ല, പ്രചരണം നടത്തിയിട്ടില്ല, ഫ്ലക്സ് വെച്ചിട്ടില്ല, ഞങ്ങൾ ഒരു പിരിവും നടത്തിയിട്ടില്ല എന്നു മാത്രമല്ല, ഞങ്ങളൊരു പള്ളിയെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല. ഇത് പച്ചക്കളവാണ് എന്ന് കേരളത്തിലെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാമല്ലോ. കാരണം ഒരു കാലത്ത് നമ്മുടെ തെരുവീതികൾ നമ്മൾ കണ്ടിരുന്ന, നമ്മുടെ തലക്ക് മുകളിൽ തൂങ്ങിയാടിയിരുന്ന ഫ്ലക്സ് ബോർഡിലെ വാചകങ്ങൾ നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. തിരികേശം സൂക്ഷിക്കാൻ ഒരു ഉത്തമ കേന്ദ്രം, തിരികേശ സൂക്ഷിപ്പിന് ഒരു ഉത്തമ കേന്ദ്രം കോഴിക്കോട് നഗരത്തിന്റെ മധ്യഭാഗത്ത് തിരികേശ സംരക്ഷണത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി 40 കോടി ചെലവിൽ കാന്തപുരം ഉസ്താദിന്റെ തിരുകരങ്ങളാൽ നിർമ്മിക്കപ്പെടുന്നു. ഓരോരുത്തരും 1000 രൂപയുടെ കൂപ്പൺ വാങ്ങി ഈ അനുഗ്രഹീതമായ ഉദ്യമത്തിൽ പങ്കാളികളാവുക, അനുഗ്രഹീതരാവുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ നമ്മുടെ തെരുവീതികളിൽ ഉണ്ടായിരുന്നല്ലോ. ഇന്നും എടുത്തുമാറ്റപ്പെടാത്ത നിരവധി ഫ്ലക്സ് ബോർഡുകൾ കാന്തപുരമെന്ന് പറയുന്ന പണ്ഡിത വേഷധാരിയായ കച്ചവടക്കാരൻ നടത്തുന്ന അതിനീചമായ അതിനിന്യമായ ചതിയുടെയും വഞ്ചനയുടെയും മൂകസാക്ഷികളായി നമ്മൾ റോഡ് സൈഡുകളിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ, തെരുവീതികളിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ നിരവധി ഫ്ലക്സ് ബോർഡുകൾ ഇപ്പോഴും നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 40 കോടി ചെലവിൽ പള്ളി ഉണ്ടാക്കുന്നുണ്ട്. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയായിരിക്കും. അത് കോഴിക്കോട് നഗരത്തിന്റെ മധ്യഭാഗത്താണ്, ഹൃദയഭാഗത്താണ് വരിക. 1000 രൂപ വീതം കൂപ്പൺ എടുത്ത് നിങ്ങളെല്ലാവരും അതിൽ പങ്കാളികളാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡ്. എന്നിട്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിനോട് പറഞ്ഞു, ആ ഫ്ലക്സ് ഞങ്ങൾ വെച്ച ഫ്ലക്സ് അല്ല, ഞങ്ങൾ അങ്ങനെ ഒരു ഫ്ലക്സ് വെച്ചിട്ടില്ല, ഞങ്ങൾ പ്രചരണം നടത്തിയിട്ടില്ല, നോട്ടീസ് അടിച്ചിട്ടില്ല, ഒരു പിരിവും നടത്തിയിട്ടില്ല, ഞങ്ങൾ അങ്ങനെ പള്ളി ഉണ്ടാക്കാൻ തന്നെ ഉദ്ദേശിക്കുന്നില്ല. ഇത് പച്ചക്കളവല്ലേ സുഹൃത്തുക്കളെ? പള്ളി ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, കുറെ കാലം പള്ളി കാണാനില്ല എന്ന് വന്നപ്പോ SSFകാര് പോലും സുബ്ഹാനല്ലാഹ് ഇനി പള്ളി ഉണ്ടാവൂലേ എന്ന് സംശയിച്ച ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ വളരെ ശക്തമായി പള്ളി ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിൽ SSFകാര് പോലും ഇനി പള്ളി ഉണ്ടാവില്ലേ എന്ന് സംശയിച്ച സാഹചര്യത്തിൽ സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ SSFന്റെ പ്രവർത്തകരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞതെന്താ? പ്രവർത്തകരെ, മക്കളെ നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല, പള്ളി ഞങ്ങൾ നിർമ്മിക്കുക തന്നെ ചെയ്യും എന്നു മാത്രമല്ല, ആ പള്ളിയുടെ പാർട്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏത് ചിക്കൻ പാർട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ലാഘവത്തോടുകൂടിയാ മൂപ്പര് പറയുന്നത്. 40 കോടിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയുടെ പാർട്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഫിറ്റ് ചെയ്തിട്ട് വിമാനത്തിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യും. അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കണം. പള്ളി ഉണ്ടാക്കൂലെന്നല്ല, പള്ളി ഉണ്ടാക്കുന്നു മാത്രമല്ല, ആ പള്ളിയുടെ പാർട്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പണിയൊന്ന് തീർന്നോട്ടെ, അതുവരെ നിങ്ങൾ കാത്തിരിക്കണം എന്ന് പോലും സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. പള്ളിന്റെ പാർട്സ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, 40 കോടിയുടെ പള്ളിയുടെ പാർട്സ് ഉണ്ടാക്കുന്ന കഥ മൂപ്പര് പറയട്ടെ. ആരോട് തിരിച്ചു കൊടുക്കേണ്ട പൈസ ഒന്നും നമ്മൾ ആരോടും വാങ്ങിയിട്ടില്ല. വാങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ. തിരിച്ചു കൊടുക്കേണ്ടതായാലും അല്ലെങ്കിൽ വാങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ. മാതൃഭൂമിയോട് മൂപ്പരെന്താ പറഞ്ഞത്? ഞങ്ങൾ അങ്ങനെ ഒരു പിരിവ് നടത്തിയിട്ടന്നില്ല, ഞങ്ങളൊരു പള്ളി തന്നെ ഉണ്ടാക്കുന്നില്ല, പിന്നെന്തിനാ പിരിവ് എന്നാണ്. അപ്പൊ മൂപ്പര് പറയാം, ആരോട് തിരിച്ചു വാങ്ങേണ്ട പൈസ ഒന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല, വാങ്ങേണ്ടതായാലും കൊടുക്കേണ്ടതായാലും വാങ്ങിയിട്ടുണ്ടെന്ന് മൂപ്പരെന്നെ സമ്മതിച്ചല്ല, ആയിക്കോട്ടെ. നമ്മൾ വാങ്ങിയത് നല്ല പൊരുത്തപ്പെട്ട് തന്ന ആളുകളാണ്. ആ പൊരുത്തപ്പെട്ട് തന്ന ആളുകൾക്ക് അറിയാം നമ്മൾ ചെയ്യുന്നത് പറഞ്ഞത് ചെയ്യും എന്ന് അറിയാം. അതുകൊണ്ടാണ് ഇപ്പോ നോളേജ് സിറ്റിക്ക് 125 ഏക്കർ വാങ്ങി ഞങ്ങൾ 3 കൊല്ലമായി തുടങ്ങിയിട്ട് ഇതുവരെ ആളുകൾ ഇങ്ങനെ ചോദിക്കും, എവിടെയാണ് ഉസ്താദേ? അത് ഭൂമിയിലാണെന്ന് മാത്രം പറയും. എന്ത് പറയാനാ? ഇതെങ്ങനെ ഇങ്ങോട്ട് ഉള്ള ഭൂമിയാണെങ്കിൽ ഇങ്ങോട്ട് ചൂണ്ടിക്കാണിക്കും. കാരണം അൽഹർബു ഖദആനാണല്ലോ പറഞ്ഞത്. അപ്പൊ അതനുസരിച്ച് പിന്നെ വാങ്ങി
അങ്ങനെ ഞങ്ങളെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നത് കടം കുറച്ചുകൊണ്ട് നല്ല കടമുണ്ട്. എന്നാലും ഇത്രയൊക്കെ പിരിച്ചിട്ട് മൂപ്പർക്ക് പിന്നെയും കടം ബാക്കി. അരിയും തന്ന ആശാരിച്ചും കഴിച്ച് പട്ടിക്ക് പിന്നെയും മുറുറുപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ പിരിച്ചിട്ട് ഈ തട്ടിപ്പൊക്കെ നടത്തിയിട്ടും മൂപ്പർക്ക് പിന്നെയും കടം ബാക്കിയാത്ര. ലോക ബാങ്കിൽ നിന്നാറ്റ കടം എടുക്കുന്ന മാതിരി കടം പിന്നെയും ബാക്കിയുണ്ട്. ഈ ഉദ്ദേശിച്ച സ്ഥലം ലഭ്യമായതിന് ശേഷം കമ്മിറ്റി യോഗത്തിൽ അത് പറഞ്ഞതോടുകൂടി അത് വെളിച്ചത്തായി. അപ്പോഴേക്കതാ വില കുതിച്ച് കയറി. സുബ്ഹാനല്ലാഹ്, 1 ലക്ഷം രൂപക്ക് വാങ്ങിയ സ്ഥലത്തിന് 5 ലക്ഷം രൂപ വിലയായി. അതിന്റെ തൊട്ടടുത്ത് 10,000-ന് വാങ്ങിയതിന് 1 ലക്ഷവും 2 ലക്ഷവും വിലയായി. മർക്കസിന്റെ കോംപ്ലക്സ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞമ്മക്കത് വേണം അത് വേണം എന്ന് പറഞ്ഞ് പരക്കം പാത്തിൽ ഇപ്പൊ രാവിലെ ഒരു 100 ബ്രോക്കർമാരുണ്ടാവും അവിടെ. ഉണ്ടോ? മൂപ്പർക്ക് നല്ല സന്തോഷമായി. മൂപ്പർക്ക് കിട്ടിയല്ലോ. മൂപ്പർക്ക് വേണ്ടത് അത് തന്നെയാണ്. അത് കിട്ടുകയും ചെയ്ത് അത്യാവശ്യത്തിനായി. അതുകൊണ്ട് അതിന്റെ പരിസരത്തുള്ള മുഴുവൻ തരത്തിലും വില കൂടി. ഏതായിരുന്നാലും നന്നായി, ജനങ്ങൾക്ക് വില കിട്ടിക്കോട്ടെ. ആയിക്കോട്ടെ. അപ്പോ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞു, 3 കൊല്ലായിട്ട് എവിടെയാണെന്ന് ചോദിക്കുമ്പോ ബാലുശ്ശേരിയാന്ന് പറയും, താമരശ്ശേരിയാണെന്ന് പറയും, ഒന്നാം നിലത്താന്ന് പറയൂ, അതിന്റെ അടുത്താന്ന് പറയൂ, അതിന്റെ അടുത്തുനിന്നാ പറയും, ഒക്കെ അടുത്ത് തന്നെയാണല്ലോ. അങ്ങനെ ഇപ്പോൾ അത് പറയാനായ സമയത്ത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. അതുപോലെ ഇൻഷാ അല്ലാഹ് പള്ളിയും അടുത്ത സമയം നിങ്ങൾക്ക് എവിടെയാണെന്ന് പറയാൻ ആകും. അതിന്റെ മുമ്പ് നിങ്ങൾ സ്ഥലം ചോദിക്കണ്ട, അതിന്റെ പാർട്സുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ നിങ്ങള്? 40 കോടിന്റെ പള്ളിന്റെ പാർട്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങ് ഹൈദരാബാദിൽ ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കിക്കഴിഞ്ഞ് പണി കഴിഞ്ഞാൽ ഉടനെ വിമാനത്തിൽ കൊണ്ടുവന്ന് ഇവിടെ ഫിറ്റ് ചെയ്യുന്നതാണ്. സാധുക്കൾ SSFകാര് സാലി സക്കാഫി പറഞ്ഞില്ല, കുറെ കൈതകളാണ് ഇയാളെ കൂടെ ഉള്ളത്. അവര് തക്ബീർ എല്ലി സ്വീകരിക്കുകയും ചെയ്തു. ഇത് സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്നതാണോ? അല്ല, കോഴി പാർട്സ് ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പോലെ 40 കോടിന്റെ വലിയ പള്ളിന്റെ പാർട്സ് ഉണ്ടാക്കുക, എന്നിട്ട് അത് കൊണ്ടുവരിക, എന്നിട്ട് അതിവിടെ ഫിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്നതാണോ? അതൊന്നും ചിന്തിക്കാതെ അത് തക്ബീറിൽ പാസാക്കി. അങ്ങനെ പാർട്സെങ്കിലും ഉസ്താദ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതെങ്കിലും കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുമല്ലോ എന്ന സമാധാനത്തിലായിരുന്നു SSFകാരൊക്കെ. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു! 40 കോടിന്റെ പള്ളി, അതും ഏപ്പിന്റെ നേതൃത്വത്തിൽ. കോഴിക്കോട് വന്നാൽ പിന്നെ നമുക്കൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റുമോ? SKSFകാർക്ക്, സമസ്തക്കാർക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റും. ഇത് പിരിച്ചുവിടുന്ന നല്ലത്. ഏതായാലും അങ്ങനെ ഒരു പള്ളി വന്ന് എന്നിട്ട് വേണം SKSFകാരെ മൂക്കിന് തോണ്ടിയിട്ട് 4 വർത്താനം പറയാൻ എന്ന ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആശകളുമായിട്ട് പാവം SSFകാർ ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും, പാർട്സെങ്കിലും ഉസ്താദ് കൊണ്ടുവരും എന്ന പ്രതീക്ഷയിലും സ്വപ്നത്തിലാണ് ഇപ്പോഴും സാധുക്കൾ. നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പള്ളി ഉണ്ടാവില്ല, നോളജ് സിറ്റി ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടും ആ സാധുക്കൾ ഇപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട ഈ കോഴിപ്പുറത്തെ SSFകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ നേരത്തെ ബഹുമാനപ്പെട്ട രാമന്തളി സൂചിപ്പിച്ചതുപോലെ ഇത് തന്നെയാണ് സത്യമെന്ന് അന്ധമായി ഉറച്ചു വിശ്വസിച്ചു പോയി. ഇത് തന്നെയാണ് സത്യം എന്ന് അന്ധമായി വിശ്വസിച്ചു. ഇതിനുള്ളിലെ അണിയറ നാടകങ്ങളും അണിയറ രഹസ്യങ്ങളൊന്നും അവർക്കറിയില്ല. നമ്മുടെ നേതാക്കൾ രാമന്തലി അടക്കമുള്ള അവിടെ നിന്ന് വന്ന ആളുകളൊക്കെ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് തോന്നും ഇത്ര രൂക്ഷമായിട്ട് പറയണമെന്ന്. എന്നാൽ അവരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് 100-ൽ 1 അംശം മാത്രമേ അവർ പൊതുവേദിയിൽ പരസ്യമായി പറയുന്നുള്ളൂ. പരസ്യമായി പറയാൻ പറ്റാത്ത നാണം കെട്ട നാറിയ കഥകൾ ഖുത്ബുസ്സമാനും ഷെയ്ഖുസ്സമാനും ഒക്കെയായി അവതരിപ്പിക്കപ്പെടുന്ന ഇയാളുടെ പക്കൽ നിന്ന് സംഭവിച്ചു പോയ പരസ്യമായി പറയാൻ പറ്റാത്ത ചീഞ്ഞും നാറുന്ന നാണം കെട്ട നാറിയ കഥകൾ അവരയക്കാത്ത ഭാണ്ഡക്കെട്ടുകളിലുണ്ട്. അതവരുടെ മാന്യത, നമ്മുടെ മാന്യത അനുവദിക്കാത്തത് കൊണ്ടാണ് അത് നമ്മൾ പരസ്യമായി പറയാത്തത്. പാണക്കാട് കുടുംബത്തിൽപ്പെട്ട ബഹുമാന്യനായ ഒരു തങ്ങൾ വിനീതനായ എന്നോട് പറഞ്ഞത്, എറിഞ്ഞു കൊല്ലേണ്ട കുറ്റങ്ങൾ നിരന്തരമായി ചെയ്യുന്ന ആളാണ് കാന്തപുരം. ഇത്ര പറഞ്ഞാൽ മതിയല്ലോ. സബൂൽ മോബിക്കാത്താണെന്ന് പരിശുദ്ധമായ ഇസ്ലാം പരിചയപ്പെടുത്തിയ തെറ്റുകൾ മുഴുവൻ ചെയ്യാൻ കഴിയാവുന്നത്ര നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഇത് യാഥാർത്ഥ്യമാണ്. നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന സത്യം.
ആ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കോഴിക്കോട് പള്ളിയുണ്ടാക്കും എന്ന് പറഞ്ഞ് ആളുകളെ വഞ്ചിച്ച് ആളുകളെ ആ പ്രതീക്ഷയും ആ ആശയൊക്കെ കൊടുത്ത് ഇങ്ങനെ ആളുകളെ മുന്നോട്ട് നയിക്കുന്ന ഒരു സാഹചര്യം. എന്നിട്ട് ഇപ്പൊ പറയാ അങ്ങനെ ഒരു പള്ളി തന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. എന്തൊക്കെയായിരുന്നു സ്വപ്നങ്ങള്? സാധാരണക്കാരായ SSFകാരെ കാര്യം പോട്ടെ. അബ്ദുൾ റഷീദ് സക്കാഫി പത്തപ്പിരിയം, മൂപ്പര് നാടിന്റെ പേരാണല്ലാതെ മൂപ്പര് പിരിക്ക് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല. റഷീദ് സക്കാഫി പത്തപ്പിരിയം മൂപ്പര് നോക്കൂ, നിങ്ങൾ മൂപ്പര് കാണുന്ന സ്വപ്നങ്ങൾ നിങ്ങളൊന്ന് കേൾക്ക്. കാന്തൂർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് പള്ളി വന്ന അവിടെ എന്താ സംഭവിക്കാന്ന് മൂപ്പരിങ്ങനെ എണ്ണി പറയട്ടെ. എതിർക്കാൻ തുടങ്ങി മാത്രമല്ല കൂട്ടരെ, ഈ പള്ളി ഉയർന്നു വന്നാലേ എന്താ പറയുന്നത്, ഒരു ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളിയാവും. 4 ലക്ഷം ആൾക്കാർ പിന്തുണ ചുരുങ്ങിയ ഏപ്പിസ്ഥാനുണ്ടെന്ന് വരും. 3 ഏപ്പിസ്ഥാൻ വഫാത്തായാലും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ, വഫാത്തായാലും ജീവിക്കുന്ന സ്മാരകമായിട്ട് വരും. അങ്ങനെ വരുമ്പോ ഇപ്പൊ താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കി, ലാൽക്കിലെ ചെങ്കോട്ട, ദില്ലി ജുമാ മസ്ജിദ്, അതുപോലെ തന്നെ പാർലമെന്റ് മന്ദിരം, ബിർള മന്ദിരം, ഇന്ത്യ ഗേറ്റ്, കുത്തുബ് മീനാർ, അങ്ങനെ പലതും സ്ഥാനത്തുണ്ട്. അതൊക്കെ നമ്മുടെ സാമൂഹ്യ പാഠാവധി കുട്ടികൾ എങ്ങനെ പഠിക്കാൻ ഇല്ല ഉണ്ടാക്കിയത്, ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കിയ മുഗചക്രവർത്തിമാരുണ്ടാക്കിയത്. ഇതുപോലെ കുറെ കാലം കഴിയുമ്പോ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളി എവിടെ? കേരളത്തിൽ. അതുണ്ടാക്കിയതായിരുന്നൊക്കെ ചോദ്യം വരുമ്പോ ഏപ്പിസ്ഥാൻ സ്മരിക്കപ്പെട്ടെങ്കിലോ അതുണ്ട്. ഉഹർവിയ പണ്ഡിതന്മാർ ലക്ഷണം പറഞ്ഞെടുത്ത് കസ്തലാനി പറഞ്ഞിട്ടുണ്ട്, വൽ ഹയാത്തുൽ അബദിയ്യ, മരിച്ചാലും മരിക്കാത്തവരായിട്ട് മാറും. അസൂയമൂത്തു, അതുകൊണ്ട് എതിർക്കണം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ എസ്കക്കാരെ, ഈ പള്ളി എതിർക്കുന്ന സാക്ഷാൽ മുജാഹിദ്, സാക്ഷാൽ ജമാഅത്ത്, സാക്ഷാൽ എസ്കക്കാര്, നിങ്ങളിപ്പോൾ ആ പള്ളി എതിർത്താലും ഇൻഷാ അല്ലാഹ് ആ പള്ളി കയറിയ ശേഷം ഒരു 100 കൊല്ലം കഴിയുമ്പോ നിങ്ങളുടെ പേരക്കുട്ടികളുടെ കൈകളെ കൊണ്ട് പരീക്ഷ പേപ്പറിൽ ചോദ്യം, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളി ഉണ്ടാക്കിയ ആളാരാണ്? ആ ചോദ്യം വരുമ്പോൾ നിങ്ങളെ കൈകളെ കൊണ്ട് കാന്തവരം നോട്ടിവർക്ക് സംയോജിക്കും. അത് മിക്കവാറുണ്ടോ? പള്ളി കേറിയ ശേഷമല്ലേ? ആദ്യം പള്ളി കയറണ്ടേ? പള്ളി കയറുന്നില്ല ആളുടെ ഉസ്താദ് തന്നെ പറയുന്നത്, ഞങ്ങളങ്ങനെ പള്ളിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഞങ്ങളൊരു പള്ളിനെ കുറിച്ച് പറയുന്നില്ല, ഞങ്ങളൊരു പള്ളി ഉണ്ടാക്കുന്നില്ല. എന്നിട്ട് മൂപ്പര് പറയാ പള്ളി കേറിയ ശേഷം പിന്നെ ഒരു 100 കൊല്ലം കഴിഞ്ഞിട്ട് SKSFകാരെ നിങ്ങളെ പേരക്കുട്ടികളെ കൊണ്ട് ഉത്തരം എഴുതിപ്പിക്കുന്നു. മിക്കവാറും സംഭവിക്കാൻ പോകുന്നതല്ല. 100 കൊല്ലമൊന്നും കഴിയണ്ട. അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ SSFകാരെ SKSFകാർക്ക് മാത്രമല്ലല്ലോ, നിങ്ങൾക്കുണ്ടാവുമല്ലോ പേരക്കുട്ടികൾ. റഷീദ് സക്കാഫിക്കുണ്ടാവും പേരക്കുട്ടികൾ. ആ പേരക്കുട്ടികൾ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോ സാമൂഹ്യത്തിന്റെ ചോദ്യപേപ്പറിൽ ഒരു ചോദ്യം, ലോകത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി ഉണ്ടാക്കിയത് ആരാണെന്നല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി ഉണ്ടാക്കാം, അതിൽ തിരുകേശം വെക്കാമെന്ന പച്ചക്കള്ളം പറഞ്ഞ് ആളുകളെ വഞ്ചിച്ച് കോടികൾ പിരിച്ചെടുത്ത് അത് മുഴുവൻ അമുക്കിയിട്ട് അവസാനം ഞങ്ങളുടെ ഒരു പള്ളിയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന പച്ചക്കള്ളം പറഞ്ഞ ഇന്ത്യയിലല്ല ലോകത്തെ ഏറ്റവും വലിയ തട്ടിപ്പുകാരൻ ആര് എന്ന് ചോദ്യപേപ്പറിൽ ചോദ്യം. അപ്പൊ SSFകാരെ നിങ്ങളുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും റഷീദ് സക്കാഫിന്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ അഭിമാനബോധത്തോടുകൂടി തന്നെ എഴുതാം, അത് ഞങ്ങളുടെ ശൈഖുനയാണ്. അതാപ്പൊ സംഭവിക്കാൻ പോകുന്നത്. കാരണം മൂപ്പര് പറയാം ഞങ്ങളങ്ങനെ പള്ളി തന്നെ ഉണ്ടാക്കുന്നില്ല. എന്നിട്ടോ പറയട്ടെ, മൂപ്പര് സ്വപ്നം തീരുന്നില്ല. പറയട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ഒരു സംഭവം ഇവിടെ വന്നാൽ അത് ആലോചിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയാണ് അസൂയമൂത്ത മുജാഹിദും ജമാഅത്തും തബ്ലീഗും ഖാദിയാനിയും എല്ലാ യുക്തിവാദി മരപരാധിയും എല്ലാവരും കൂടെ എതിർക്കുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ബുദ്ധിയുള്ള ചില നേതാക്കളൊക്കെ പറഞ്ഞു, ഉണ്ടാക്കിക്കോട്ടെ, ഷാജഹാൻ ചക്രവർത്തി താജ്മഹൽ ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ലല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി കേരളത്തിനായാൽ അൽഹംദുലില്ലാഹ് നമുക്ക് സന്തോഷമല്ലേ. ചുരുങ്ങിയ SKSFകാര കാന്തപുരം പള്ളി ഉണ്ടാക്കിയാൽ ടൂറിസ്റ്റുകൾ അങ്ങോട്ട് ആകർഷിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ബത്തക്ക കച്ചവടമെങ്കിലും നടത്തി കാശുണ്ടാക്കിക്കൂടെ? ഇനിയിപ്പൊ എന്താ കാട്ടുക? എന്താപ്പ ചെയ്യ? ബത്തക്ക കച്ചവടം, ബത്തക്ക കൃഷിയൊക്കെ തുടങ്ങിയതാണ്. മൂപ്പര് പള്ളി ഉണ്ടാക്കി ബത്തക്ക വെച്ചിട്ടങ്ങ് ജീവിക്കണമല്ലോ. 4 കാശ് വേണമല്ലോ. ഇനി എന്താ ചെയ്യാ?
കാരണം പള്ളി കയറ്റുന്നില്ല, അങ്ങനെ പള്ളി ഉണ്ടാക്കുന്നില്ല, പള്ളിക്ക് വേണ്ടി ഞങ്ങൾ പിരിവെടുത്തിട്ടില്ല, അങ്ങനെ പള്ളി ഉണ്ടാക്കുന്നു ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ് ഉസ്താദ് പറയുന്നത്. ഇനിയിപ്പോ എന്താ കാട്ടുക നമ്മള്? ഇതാണ് അവസ്ഥ. സ്വന്തം അനുയായികളെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വഞ്ചിക്കുന്നതിന്റെ, അയാൾ പച്ചക്കളവുകൾ പറഞ്ഞ് ചതിക്കുന്നതിന്റെ ഗൗരവതരമായ ചിത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ. ഈ ചതിയും ഈ വഞ്ചനയുമൊക്കെ ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടു തുടങ്ങി. സാക്ഷാൽ ഇപ്പറഞ്ഞ പത്തപ്പിനിയൻ സക്കാഫി തന്നെ നമ്മൾ കേട്ടല്ലോ, എത്ര ആത്മാർത്ഥമായിട്ടാണ് ഇല്ലാത്ത ശബ്ദം അണ്ണാക്കുന്ന എടുത്തിട്ടാണ് മൂപ്പരി പള്ളിയുടെ പോരിഷയെക്കുറിച്ചും ഉസ്താദിന്റെ ഫളായിലിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നത്. എന്നാൽ അതേ പത്തപ്പിനിയൻ സക്കാഫിയെ ഇന്ന് നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ, എന്റെ SSFന്റെ പ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട SSFുകാരെ, ഇതേ പത്തപ്പിനിയൻ സക്കാഫിയുമായി നിങ്ങളൊന്ന് ബന്ധപ്പെട്ടു നോക്കൂ. എന്തായിരിക്കും അയാളെ മറുപടി? നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ. ഇങ്ങനെ SKSന്റെ പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ, ഇതിന് മറുപടി വെക്കണം, നിങ്ങളൊന്ന് വരുമോ എന്ന് ചോദിച്ച് പത്തപ്പിനിയം അബ്ദുൾ റഷീദ് സഖാഫി എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളെ വിളിച്ച് അന്വേഷിച്ചു നോക്കൂ. എന്തായിരിക്കും അവരെ പ്രതികരണം? നമുക്കേതായാലും റഷീദ് സഖാഫിയെ തന്നെ ഒന്ന് വിളിക്കുക, പത്തപ്പിരിയത്തെ തന്നെ ഒന്ന് വിളിക്കുക, മൂപ്പരെ വിളിക്കുക. ഹലോ, അസ്സലാമു അലൈക്കും. സഖാഫി ഉസ്താദല്ലേ? അതെ, ഞാൻ ഉസ്താദ് വിളിക്കുന്നത് പെട്ടെന്നാണ്. നമ്മള് ചൊവ്വാഴ്ച പരിപാടി പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഉസ്താദ് പരിപാടിക്ക് ഉണ്ടാവില്ലേ? പരിപാടിക്ക് ഞാൻ പറഞ്ഞ ഡിമാൻഡ് അംഗീകരിച്ചാൽ വരും. അത് പറഞ്ഞാൽ ഷെയർബാർക്കും വിവാദങ്ങളും ഞാൻ തൊടുക. കണ്ടോ, പരിപാടിക്ക് ഞാൻ പറഞ്ഞ ഡിമാൻഡ് അംഗീകരിച്ചാ വന്നോളാ. എന്താ പറഞ്ഞ ഡിമാൻഡ്? എന്താന്ന് വെച്ചാല് ഷെയർ മുബാറക്ക് വിവാദമൊന്നും ഞാൻ തൊടൂല, മുടിയില് പോയിട്ട് 3 പോലും ഞാൻ മുണ്ടൂലാൻ. ആരാ പറയുന്നത്? നേരത്തെ അണ്ണാക്ക് പൊട്ടി ഈ ഷെയർ മുബാറക്കിനെ ന്യായീകരിക്കാൻ വേണ്ടി പ്രസംഗിച്ച സാക്ഷാൽ പത്തപ്പിനിയൻ സഖാഫി പറയാം, മുടിയിന്ന് പോയിട്ട് 3 പോലും ഞാൻ മുണ്ടൂല, ഈ ഷെയർ മുബാറക്ക് വിവാദത്തെ കുറിച്ച് ഞാൻ തൊടുന്നില്ല. ഒന്നാമത്തെ ഡിമാൻഡ്. ഇനി എന്താ ഡിമാൻഡ്? നമ്മളെന്താന്ന് പറയാം ഉസ്താദേ, നമ്മള് ഇവിടെ SKക്കാർ പരിപാടി വെച്ചിരുന്നു. അവരെന്താ പിന്നെ എന്താ പൂരോട് ഒരാളെ കൊണ്ടുവന്നാണ്ട് പരിപാടി വെച്ചിരുന്നു. അവര് മൊത്തത്തിൽ നമ്മളെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ വ്യാപകമായിട്ട് ഇവിടെ പ്രചരണം നടക്കുന്നുണ്ട്, ഉസ്താദ് പരിപാടിയിൽ പങ്കെടുക്കില്ല. അപ്പൊ ഉസ്താദ് പങ്കെടുക്കുക എന്നുള്ളത് നമ്മളെ പിന്നെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അതിന് ഞാൻ പങ്കെടുക്കാം, പക്ഷേ എന്നിൽ നിന്ന് നിങ്ങൾ എസ്കക്ക് മറുപടി പ്രതീക്ഷിക്കും. നിങ്ങളെ നിലനിൽപ്പിന്റെ പ്രശ്നമല്ല മക്കളെ, അതിന് ഞാൻ പങ്കെടുത്തോളാം, പക്ഷേ എന്നിൽ നിന്ന് നിങ്ങൾ എസ്കക്ക് മറുപടി ഒന്നും പ്രതീക്ഷിക്കരുത്. മുടിന്ന് ഞാൻ മുണ്ടൂല, SKSFന് മറുപടിയും പറയൂല. അതിന് ഉസ്താദോടെ മുജാഹിദ് പരിപാടി വെച്ചിട്ട് നമ്മൾ മറുപടി പറയല്ലോ. SKSFന് മറുപടി പറയാനല്ലേ നമ്മൾ പരിപാടി വെക്കുന്നത്. അപ്പൊ SKSFനെ കുറിച്ചല്ലേ പറയേണ്ടത്. അങ്ങനെ ഉസ്താദിന് നമ്മളിപ്പോ മുജാഹിദ് ഇവിടെ പരിപാടി വെച്ചിട്ട് അതിനൊരു മറുപടി വെക്കല്ലല്ലോ. എന്നാ പിന്നെ വേണ്ട, അങ്ങോട്ട് ക്യാൻസലാക്കി കളി. ഈ 2 ഡിമാൻഡ് അംഗീകരിക്കാൻ പറ്റുമോ? ഞാൻ മുടിയെക്കുറിച്ച് മുണ്ടൂല, അത് തൊടൂല. മാത്രമല്ല SKSFന് ഒരു മറുപടിയും പറയൂല. വേണ്ടി വന്ന വല്ല ഗാഡ്ഗിൽ റിപ്പോർട്ടോ, അല്ലെങ്കിൽ കസ്തൂരി രംഗം റിപ്പോർട്ടോ, അല്ലെങ്കിൽ തക്കാളിക്ക് വില കൂടുന്നു, ഉള്ളിക്ക് വില കുറയുന്നു, അങ്ങനെ അവിടെയും ഇവിടെയും മുട്ടാത്ത എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞ് പോയിക്കോളാ. SKSFന് മറുപടി എന്നൊന്നും പ്രതീക്ഷിക്കരുത്. ഷെയർ മുബാറക്ക് വിവാദം ഞാൻ തൊടുക പോലും ചെയ്യൂല. അതിന് പറ്റുമെങ്കിൽ പരിപാടി വെച്ചാൽ അതില്ലെങ്കിൽ ക്യാൻസലാക്കി കളി. അതല്ല അങ്ങനെ അല്ല ദീപേ, ഇവർക്ക് നിങ്ങളുടെ നാട്ടിലത്തെ വിഷമ പറയണെങ്കിൽ ഇന്നത്തെ വിഷമത്ത് പൂരോട് പരിപാടിച്ചപ്പോ 2 വർഷത്തെ വിഷമാണ്, എനിക്ക് 4-5 കൊല്ലത്തെ വിഷമാണ്. എന്റെ സങ്കടം ഞാൻ ആരോടാ പറയാ? സങ്കടം ഞാൻ ആരോടാ പറയാ? നിങ്ങൾക്ക് 2 ആഴ്ചത്തെ വിഷമത്തിലുള്ള 4-5 കൊല്ലായി ഞാൻ ഈ സങ്കടത്തിലാണ്. ഈ സങ്കടം പറയാൻ പോലും ആളില്ല. നിങ്ങൾക്കാണെങ്കിൽ എന്നോട് പറയാം,
ഞാൻ ആരോടാ പറയാൻ? ഇതാണ് പത്തപ്പിരിയ റഷീദ് സക്കാഫിയുടെ അവസ്ഥ. ഇത് പത്തപ്പിരിയത്തിന്റെ മാത്രം അവസ്ഥയല്ല, എല്ലാ പിരിയന്മാരുടെ അവസ്ഥ അതാണ്. ഇന്നാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകളുടെയും അവസ്ഥ അതാണ്. അവർക്കൊക്കെ ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വേറെന്തൊക്കെയോ കാരണങ്ങളാൽ അവിടെ തന്നെ അള്ളിപ്പിടിച്ചു നിൽക്കുകയാണ്. ആഖിറത്തേക്കാൾ ദുനിയാവിന് മുൻഗണന കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഒരുപാട് ആളുകൾ കടന്നു വന്നതുപോലെ നിരവധി ആളുകൾ കടന്നു വരാതെ അവിടെ നിൽക്കുന്നത്. ദുനിയാവ് കിട്ടിയാ മതി എന്ന നിൽക്കാം. മലപ്പുറത്ത് നിന്ന് SYSന്റെ പ്രവർത്തകർ തന്നെ, സ്വന്തം പ്രവർത്തകർ തന്നെ നന്നായി പൊളിഞ്ഞുവിട്ട സാക്ഷാൽ ത്വാഹിർ സഖാഫി മഞ്ചേരി, അയാൾ മുഹമ്മദ് രാമന്തളിയോട് പറഞ്ഞ എന്താണെന്നറിയോ? എനിക്കിത് വിട്ടുപോരാ, ആഗ്രഹമില്ലാഞ്ഞിട്ടുണ്ടെന്നല്ല, ഞാൻ പക്ഷെ ഇങ്ങോട്ട് വന്നാൽ നോളജ് സിറ്റിക്ക് ചുറ്റും ഞാൻ വാങ്ങിയിട്ട് ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. ആ ഭൂമിയും അതിന്റെ സാമ്പത്തികമായ നേട്ടങ്ങളും എനിക്ക് കിട്ടാതെ പോകുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ്. അങ്ങനെ ഭൗതികമായ താൽപര്യങ്ങളുടെ പേരിൽ അവിടെ തന്നെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് ബഹുഭൂരിഭാഗം ആളുകളും. അല്ലെങ്കിൽ അന്ധമായ സംഘടനാ പക്ഷപാതിത്വം. അതല്ലാത്ത ആളുകൾ, അതില്ലാത്ത ആളുകൾക്കൊക്കെ സത്യം വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആളുകളെ, അനുയായികളെ പറഞ്ഞ് പറ്റിച്ചിട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയാ, ഞാൻ അങ്ങനെ പിരിവ് നടത്തിയിട്ടുമില്ല, പള്ളി ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി മൂപ്പരൊരു പത്രസമ്മേളനം അതും കൂടി കാണും നിങ്ങൾ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കാൻ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പള്ളിയെക്കുറിച്ച് പ്രഖ്യാപിക്കാൻ നടത്തിയ പത്രസമ്മേളനം, പള്ളി ഉണ്ടാവുക, പിരിവ് നടത്തിയിട്ടുണ്ടോ ഒക്കെ മൂപ്പരെന്നെ പറയട്ടെ. സത്യം പറഞ്ഞാൽ മുടിയല്ല പ്രധാനം, അത് വെക്കാനായി നിർമ്മിക്കുന്ന പള്ളിയാണ്. 40 കോടിയാണ് പ്രാഥമിക ചെലവ് പ്രതീക്ഷിക്കുന്നത്. നിർമ്മാണ ചെലവ് അന്ന് പറഞ്ഞത് 40 കോടി ഉറുപ്പികയാണ് പറഞ്ഞിട്ടുള്ളത്. ചെറിയ ഏറ്റവ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുമ്പോൾ വരുമല്ലോ. കോഴിക്കോട് നഗരത്തിനടുത്ത സ്വപ്ന നഗരിയിൽ തറക്കല്ലിടലും കഴിഞ്ഞു. പക്ഷേ പള്ളി നിർമ്മിക്കുന്നത് എവിടെ എന്ന കാര്യം ഇപ്പോഴും രഹസ്യമാണ്. അല്ല, സ്ഥലമെല്ലാം കണ്ടെത്തിയിരിക്കുന്നു. സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അത് പൂർത്തിയായാൽ ഉടനെ ആരംഭിക്കാൻ. അതേതാ മലയാളം? സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, പണിയൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു, പൂർത്തിയായാൽ ഉടനെ ആരംഭിക്കുന്നതാണ്. നമുക്കൊന്നും തിരിയാത്ത മലയാളം. പൂർത്തിയായാൽ ഉടനെ ആരംഭിക്കുന്നതാണ്. എന്നിട്ട് എന്താ അടുത്ത ഘട്ടം? എന്താ? പള്ളിയല്ല, അപ്പൊ അതിന്റെ വർക്കുകൾ കുറച്ചധികം ഉണ്ടല്ലോ. അതുകൊണ്ട് അത് പൂർത്തിയായതിന് ശേഷം സ്ഥലം പ്രഖ്യാപിക്കും. പണിയൊക്കെ പൂർത്തിയായതിനു ശേഷം സ്ഥലം പ്രഖ്യാപിക്കുന്നതാണ്. പടവലങ്ങ പോലെ കീപ്പട്ടം. പൂർത്തിയായാൽ ഉടനെ ആരംഭിക്കുന്നതാണ്, പണിയൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ സ്ഥലം പ്രഖ്യാപിക്കുന്നതാണ്. ഇങ്ങനെ അത്തും വിത്തും പറഞ്ഞ് വായിൽ തൊള്ളെ തോന്നിയത് കോതക്ക്, വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ പലതും പറഞ്ഞ് വ്യാമോഹിപ്പിച്ചിട്ട് അവസാനം കാന്തപുരം പറയുന്നു അങ്ങനെ ഒരു പള്ളിയില്ല, ഞങ്ങൾ പിരിവെടുത്തിട്ടില്ല, ഞങ്ങൾ അതിന്റെ പേരിൽ പ്രചരണം നടത്തിയിട്ടില്ല. പിരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മഹാനായ പാണക്കാട് പിരിച്ചു എന്ന് മാത്രമല്ല, മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെപ്പോലും, ആ മഹാനായ നേതാവിനെ പോലും ഇതിന്റെ പേര് പറഞ്ഞ് പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്തിട്ട് അപ്പം പറയുന്നത് ഞങ്ങൾ പിരിവെടുത്തിട്ടില്ല. ഇതിന്റെ ഒരു റെസീറ്റുമായിട്ട് പാണക്കാട്ടേക്ക് പോലും പോയില്ലേ? അവിടെ നിന്ന് പണം വാങ്ങിയിട്ട് മഹാനായ തങ്ങൾ ഫോട്ടോ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടും ആ ആജ്ഞയെ ലംഘിച്ചുകൊണ്ട് ഒളിച്ചു നിന്ന് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ വ്യാപകമായി പ്രചരിപ്പിച്ച് തങ്ങൾ ഞങ്ങളാളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകൾ ഇപ്പൊ പറയുന്നത് ഞങ്ങളൊരു പിരിവെടുത്തിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഇവരൊരു മിമിക്രി മുസ്ലിയാർ, ഒരു മിമിക്രിക്കാരൻ സക്കാഫി പാണക്കാട് തങ്ങളെ പറ്റിച്ച കഥ ഒന്ന് പറയട്ടെ. ഇത് കണ്ടോ നിങ്ങൾ? ഞാൻ വെറുതെ പറഞ്ഞതാണോ? ഇവർ വലിയ കാര്യമായി പൊക്കിപ്പിടിക്കുന്ന ഇവരുടെ തണലിലാണല്ലോ ഈ സാധുക്കളുടെ ജീവിതം തന്നെ. ബഹുമാനപ്പെട്ട തങ്ങൾ പറയുന്നത് ഏതാ? നമ്മളുടെ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങള് 1000 രൂപ കൊടുത്തിട്ട് പറയാ, മക്കളെ കാന്തപുരം ഉസ്താദ് ഉണ്ടാക്കുന്ന ആ പള്ളിയിൽ ഞാനൊരു മെമ്പറാണ് കേട്ടോ, നിഷേധിക്കാൻ പറ്റുമോ? ഞാനൊരു മെമ്പർ, 1000 രൂപയ്ക്ക് എനിക്കും ഒരു മെമ്പർഷിപ്പ് താ, ഞാനും ആ പുന്നാര നബിതങ്ങളായ എന്റെ ഉപ്പാപ്പാടെ കൂടെ ആ പള്ളിയിലൊന്ന് സഹകരിക്കട്ടെ എന്ന്. പോയില്ലടോ? ആരെ കാര്യാടോ പോയത്? ആരെ കാറ്റാടോ ഇപ്പൊ പോയത്?
ആരെ കാറ്റാ പോയത്? കാരണം ഇയാൾ ഉസ്താദ് തന്നെ പറയാം, ഞാൻ പള്ളി ഉണ്ടാക്കുന്നില്ല, അതിന്റെ പേരിൽ പിരിവ് നടത്തിയിട്ടുമില്ല. ഇത് പച്ചക്കള്ളമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇതിന് കളവ് എന്നല്ലാതെ മലയാളത്തിൽ എന്താ പറയാം? ഇങ്ങനെ പച്ചക്കള്ളം ഈ മുടിയുടെ പേരിൽ മാത്രം. ഏത് മുടി? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് എന്ന് പറയപ്പെടുന്ന മുടിയുടെ പേരിൽ മാത്രം കഴിഞ്ഞ 3-4 കൊല്ലങ്ങളായി ആയിരക്കണക്കിന് കളവുകളല്ലേ കാന്തപുരം മാത്രം പറഞ്ഞത്. കൂടെയുള്ള ആളുകൾ പറഞ്ഞ് വേറെ. അതൊന്നും വിശദീകരിക്കാൻ സമയമില്ല. 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുക. ഈ അടുത്ത കാലത്ത് കാന്തപുരം പറഞ്ഞ വേറൊരു വലിയ കളവ് നിങ്ങൾ കേൾക്കും. നമ്മുടെ അബ്ദുന്നൂർ എന്ന് പറയുന്ന കുറ്റിപ്പുറത്തൊരു കാട്ടുകള്ളനെ പിടിച്ചല്ലോ. 100 കോടി 200 കോടിയുടെ തട്ടിപ്പ് നടത്തിയ അബ്ദുന്നൂർ മൗലവി. ആ അബ്ദുന്നൂർ മൗലവി ആരെ ബലത്തിലാണ് തട്ടിപ്പ് നടത്തിയത് എന്ന് നമുക്കൊക്കെ അറിയാം. പത്രം വായിക്കുന്ന, ചോറ് കടിക്കുന്ന എല്ലാ മലയാളികൾക്കും അറിയാം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് അബ്ദുന്നൂറിനെ പ്രൊമോട്ട് ചെയ്തത്. കാന്തപുരം അബ്ദുന്നൂറും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് നിരവധി തെളിവുകളുണ്ട്. പോരെങ്കിലോ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ അഖിലേന്ത്യാ ഓർഗനൈസറാണ് ഈ പറയുന്ന അബ്ദുന്നൂർ മൗലവി. സംഘടനാപരമായി വിഹിതവും അവിഹിതവുമായ സാമ്പത്തികമായ ബന്ധങ്ങളുള്ളയാളാണ് കാന്തപുരവും അബ്ദുന്നൂർ മൗലവിയും. കാന്തപുരത്തിന്റെയും മകൻ അക്കീം അസേരിയുടെയും ബിനാമി മാത്രമാണ് അബ്ദുന്നൂർ. ആ അബ്ദുന്നൂറിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ കണ്ണൂരിൽ വെച്ച് പത്രലേഖകര് കാന്തപുരത്തോട് ചോദിച്ചു, അല്ല അബ്ദുന്നൂറുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്താ കാന്തപുരത്തിന്റെ മറുപടി? ഇയാള് സമർത്ഥമായി കളവ് പറയുന്നതിന്റെ ആ ഒരു തൊലിക്കട്ടി ഉണ്ടല്ലോ, കണ്ടാമൃഗത്തെ തോൽപ്പിക്കുന്ന ആ ചർമ്മ സൗഭാഗ്യം. രാങ്ങാട്ടൂര് പറയുന്ന പോലെ സാധാ സൂചി കൊണ്ടൊന്ന് കുത്തിയൊക്കെയാ പറ, ചാക്ക് തുന്നുന്ന സൂചി കൊണ്ട് കുത്തും. അത് മൂപ്പരൊരു പ്രത്യേകതയാണ്. എത്ര സിമ്പിളായിട്ടാണ്, എത്ര ലളിതമായിട്ടാണ് മൂപ്പര് കളവ് പറയുന്നത് നോക്കൂ. കണ്ണൂരിലെ പത്രപ്രവർത്തകർ അബ്ദുന്നൂറിനെ കുറിച്ച് ചോദിച്ചപ്പോ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ മറുപടി നിങ്ങളൊന്ന് കേൾക്കും. എനിക്ക് അങ്ങനെ ഒരാളെ തന്നെ അറിയാം. അല്ല, അബ്ദുന്നൂർ എന്നുള്ള ആളെ കുറിച്ച് തന്നെ മൂപ്പരിക്കറിയില്ല, മൂപ്പരിൽ കേട്ടിട്ട് തന്നെ ഇല്ല. എന്നിട്ടോ അറിയില്ല, എനിക്ക് അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല. കുറ്റിപ്പുറം എവിടെയാണ്? കുറ്റിപ്പുറം എവിടെയാണെന്ന് മൂപ്പരിക്കറിയില്ല. നമ്മളെ കൊണ്ടോട്ടിന്റെ അപ്പുറമാണല്ലോ കുറ്റിപ്പുറം, അത് മൂപ്പരിക്കറിയില്ല. ആ വിവരം തന്നെ ഇല്ല. മൂപ്പര ആ വൈക്ക് പോയിട്ടന്നെ ഇല്ല. ആരാണെന്നും അറിയില്ല, കുറ്റിപ്പുറം എവിടെയാണ് എന്നും അറിയില്ല. പിന്നെന്താ അറിയാത്തത്? അല്ല, കുറ്റിപ്പുറത്തിൽ ആരാണ്, എന്ത് പ്രതിനെ തന്നെ അറിയില്ല. മൂപ്പര് കേട്ടിട്ടാണ്, പത്രത്തിൽ വായിച്ച പരിചയം പോലും ഇല്ല. ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും അബ്ദുന്നൂറും കാന്തപുരം തമ്മിലില്ല. എന്ത് പ്രതി, ഏത് പ്രതി, ഏത് നൂറ്, എന്ത് കുറ്റിപ്പുറം, ഏത് കുറ്റിപ്പുറം, എവിടെ കുറ്റിപ്പുറം? എത്ര നിഷ്കളങ്കനാണ് മൂപ്പര്. എന്നാ കണ്ടോ നിങ്ങൾ, അതേ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും ഇപ്പറഞ്ഞ അബ്ദുന്നൂർ മൗലവിയും അയാളെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചാവക്കാട്, തൃശൂർ ജില്ലയിലെ ചാവക്കാട് അഞ്ചങ്ങാടി കടപ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് ഒന്നിച്ചൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ അബ്ദുന്നൂറിന്റെ ആഡംബര കാറിൽ ഒന്നിച്ചു വരുന്നതും ഒന്നിച്ചിറങ്ങുന്നത് നിങ്ങൾ സ്ക്രീനിൽ കണ്ടോളൂ. കാന്തപുരം അബ്ദുന്നൂറും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഒരേ കാറിൽ വരെ ഒന്നിച്ചു പരിപാടി പങ്കെടുക്കും. തൊട്ടുമുമ്പ് ഇയാൾ കാന്തപുരവുമൊത്ത് ആഡംബര കാറിൽ യാത്ര ചെയ്തതിന്റെ വീഡിയോയും പ്രദർശിപ്പിച്ചു. എന്നാൽ ആരോപണങ്ങളെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നിഷേധിച്ചു. എനിക്ക് അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല. നോക്കൂ നിങ്ങൾ, ഒരേ കാറിൽ വന്ന് ഒരേ കാറിൽ നിന്ന് അബ്ദുന്നൂറും കാന്തപുരവും ഒന്നിച്ചിറങ്ങി ഒന്നിച്ചു പരിപാടിയിൽ പങ്കെടുക്കുക. ഇത് അബ്ദുന്നൂറുമായി കാന്തപുരത്തിന് ബന്ധത്തിന്റെ ഒരു ചെറിയ തെളിവ് മാത്രം. കുറ്റിപ്പുറത്ത് പോയി അന്വേഷിച്ചാൽ ആ ഗാഢബന്ധത്തിന്റെ നിരവധി തെളിവുകൾ നാട്ടുകാർ പറഞ്ഞു തരും. അത്രമാത്രം അടുത്ത ബന്ധമുള്ള കാന്തപുരം അബ്ദുന്നൂറിനെ അറസ്റ്റ് ചെയ്തപ്പോ പത്രലേഖകർ ചോദിച്ചപ്പോ ചാനലുകളുടെ ക്യാമറകളുടെയും മൈക്കുകളുടെയും മുന്നിൽ ഒരു ഉളുപ്പുമില്ലാതെ പറയാം, എന്തബ്ദുന്നൂർ, ഏതബ്ദുന്നൂർ, എന്ത് കുറ്റിപ്പുറം, ഏത് കുറ്റിപ്പുറം, ഇങ്ങനെ പൊട്ടം കളിപ്പിക്കുക പത്രക്കാരെ. ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നയാള്, അയാൾ പണ്ഡിതനാണ്, പണ്ഡിത വേഷധാരിയാണ് എന്നതുകൊണ്ട് മാത്രം അയാൾ പറയുന്ന മുഴുവൻ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ പറ്റുമോ? ഞാൻ വിശദീകരണങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കൊക്കെ ഇത് കൃത്യമായി കളവാണ് എന്ന് ബോധ്യപ്പെട്ട കാര്യമാണല്ലോ. ഇനി വേറൊരു കളവ് മൂപ്പരി അടുത്ത കാലത്ത് പറഞ്ഞ വലിയൊരു കളവും കൂടി നിങ്ങൾ കേട്ടോളൂ. ഒരുപാടുണ്ട്, അതൊന്നും പറയാൻ നേരമില്ല. ചില സാമ്പിളുകൾ മാത്രം കാണിച്ച് അവസാനിപ്പിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുഴുവൻ
അഗ്നിപരീക്ഷണങ്ങൾക്കും വിധേയമാക്കപ്പെട്ടുകൊണ്ട് ദീനുൽ ഇസ്ലാം ഇവിടെ നിലനിന്നു, സുന്നത്ത് ജമാഅത്ത് നിലനിന്നു. ആ നിലക്ക് തന്നെ നിങ്ങളോടും പറയാനുള്ളത്, എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്നും കേൾക്കുമ്പോ നമ്മളെ സംഘടന ഇന്ന് അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി അല്ലാഹു അവിടുത്തെ വയസ്സിലും നീട്ടിക്കൊടുക്കട്ടെ, ആഫിയത്തോടെ സ്നേഹത്തോടെ നീട്ടിക്കൊടുക്കുവാനാകട്ടെ. ആ മഹാനവറുകളുടെ നേതൃത്വത്തിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന് വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് മുഴുവനും ആ സംഘടന വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിന്റെ കീഴിലുള്ള സുന്നി വിദ്യാഭ്യാസ ബോർഡ് അൽഹംദുലില്ലാഹ് 7 ഭാഷയിൽ നമ്മുടെ ബോർഡിന് പുസ്തകമുണ്ട്. മറ്റുള്ള ബോർഡുകാർക്കൊക്കെ ഒറ്റ ഭാഷയിൽ മാത്രമേ, അത് തന്നെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതേസമയത്ത് സുന്നി വിദ്യാഭ്യാസ ബോർഡിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മദ്രസകളുണ്ട്. എന്താ കാന്തപുരം പറഞ്ഞത്? ഞങ്ങളുടെ വിദ്യാഭ്യാസ ബോർഡിന് 7 ഭാഷയിൽ പാഠപുസ്തകമുണ്ട്. മറ്റുള്ള ബോർഡുകാർക്കൊക്കെ ആകെ ഒറ്റ ഭാഷയിലേ പുസ്തകമുള്ളൂ. ഇത് പച്ചക്കളവാൻ. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന, വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്ന വിവിധ ഭാഷകളിലുള്ള പാഠപുസ്തകങ്ങളാണ്. ബാക്കിയുള്ള ബോർഡുകാർക്കൊക്കെ ഒറ്റ ഭാഷയിൽ, ഞങ്ങൾക്ക് 7 ഭാഷയിൽ പുസ്തകമുണ്ട് എന്ന പച്ചക്കളവ് പറഞ്ഞ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ പറഞ്ഞു തരും. ഇത് ഏതൊക്കെ ഭാഷയാണ്, ഇത് എത്ര ഭാഷയുണ്ട്, സമസ്തന്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളിൽ എത്ര ഭാഷകളിൽ പാഠപുസ്തകങ്ങളുണ്ടെന്ന് കാന്തപുരം തന്നെ പറഞ്ഞോട്ടെ. ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്ലിയാരെ, ഇതേതാ ഭാഷ? ഞങ്ങളെ വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്ന പാഠപുസ്തകമാണ്. ഇതേതാ ഭാഷ? മലയാളം. മലയാളത്തിലുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകമാണ്. 1. ഇതേതാ ഭാഷ ഉസ്താദ്? അറബി മലയാളം. അറബി മലയാളത്തിലുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകമാണ്. ഇതേതാ ഭാഷ മുസ്ലിയാരെ? ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകമാണ്. ഇതേതാ ഭാഷ? തമിഴ്. തമിഴിലുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകമാണ്. മാറി. തമിഴിലുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകമാണ്. ഇതേതാ ഭാഷ മുസ്ലിയാരെ? കന്നഡ. കന്നഡയിലുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകമാണ്. ഇതേതാ ഭാഷ? ഉറുദു. ഉറുദുവിലുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകമാണിത്. ഇതും കൂടിയുള്ള ഏതായത് ഭാഷ? അറബിയിലുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകമാണ്. ആകെ എത്ര ഭാഷയായി ഉസ്താദേ? ഇങ്ങനെ 7 ഭാഷയിൽ. ഇങ്ങനെ 7 ഭാഷകളിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകങ്ങള് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള 10,000-കണക്കിന് മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്ന പാഠപുസ്തകങ്ങളാണ് 7 ഭാഷകളിൽ. എന്നിട്ട് കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാർ പറയാൻ, ഞങ്ങൾക്ക് മാത്രം 7 ഭാഷ, ബാക്കിയുള്ള ബോർഡുകാർക്കൊക്കെ ആകെ ഒറ്റ ഭാഷയിലെ പാഠപുസ്തകമുള്ളൂ. ഇങ്ങനെ പച്ചക്കള്ളങ്ങളും മാത്രം മൈക്ക് കെട്ടിയും മാധ്യമപ്രവർത്തകരുടെ മുന്നിലും ഒരു ഉളുപ്പുമില്ലാതെ പറയുന്ന പണ്ഡിത വേഷധാരിയായ കാന്തപുരം മുടി കൊണ്ടുവന്നു എന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസം. കാന്തപുരം മാത്രമല്ല, ഉസ്താദ് നിന്ന് പാത്തിയാൽ ശിഷ്യന്മാര് മരത്തിൽ കയറി പാത്തും എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഉസ്താദാണെങ്കിൽ കളവേ പറയുന്നുള്ളൂ. അത് കണ്ടിട്ടാണല്ലോ ശിഷ്യന്മാര് പഠിക്കുക. ശിഷ്യന്മാര് പറയുന്ന ഒരുപാട് കളവുകളുണ്ട്. ഒറ്റ സാമ്പിള് മാത്രം കാണിക്കുക. ഇവരെ കൂട്ടത്തിൽപ്പെട്ട വലിയൊരു നേതാവ് ഒരു കുപ്പിക്കഷ്ണം കൊണ്ട് 50 ആളെ ഒന്നിച്ച് നേരിട്ട ഒരു കറാമത്ത് നിങ്ങൾ കേട്ടോളി. 50 ആളെ ഒറ്റ കുപ്പിക്കഷ്ണം കൊണ്ട് നേരിട്ടു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടിന്റെയും ബേജാറിന്റെയും ഒക്കെ കാലം കഴിഞ്ഞു പോയി. നിങ്ങളറിയോ, 50 എണ്ണത്തിന് ഒരു കുപ്പിക്കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. 50 എണ്ണത്തിന് കുപ്പിക്കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇവര് വിചാരിച്ചത് ആസിറ്റ് വെള്ളമാന്നാ. വെറുതെ പറയുന്നല്ല, 50 എണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട്. കുപ്പിക്കഷ്ണന്റെ കയ്യിൽ ആകെ 500ന്റെ ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നു.
ഇവര് വിചാരിച്ചത് ഏത് ആസിറ്റ് വെള്ളമാണെന്നാണ് വിചാരിച്ചത്. എന്റെ ഒപ്പം 10 മണി ഒന്നായിട്ടാണ് കൂടി. രാത്രി 1 മണിക്ക് ഞാൻ ഒറ്റക്കേണ്ടായിരുന്നു. 10 മണിയാണ് കൂടി ഷെയ്ഖുനാന്ന് വിളിച്ചു. എനിക്ക് ആദിക്കണത് ആരാണെന്ന്. നമ്മളിപ്പോ രാത്രി ഇറങ്ങെടുക്കുമ്പോ വെറുതെ എന്തായാലും നടക്കൂലല്ലോ. വെറുതെ എന്തായാലും നടക്കൂല. ഞാനപ്പോ അതിന് മുൻകരുതൽ എന്നോണം ഒരു അരിഷ്ടത്തിന്റെ കുപ്പി നടു പൊളിച്ചിട്ട് അറിയത്തില്ല. പറയുന്ന ഏതായാലും പടായാണെന്ന് ആലോചിച്ച് പറഞ്ഞൂടെ. ഒരരിഷ്ടത്തിന്റെ കുപ്പി നടുപൊളിച്ച് അരയിൽ തിരികെ പിന്നെ ആ അര എന്തിനെങ്കിലും പറ്റുമോ? അരയിലുള്ളത് എന്തിനെങ്കിലും പറ്റും? മൂപ്പരരിഷ്ടത്തിന്റെ കുപ്പി നടുപൊളിച്ച് അരയിൽ തിരികെ. ഏതരിഷ്ടാണ് അള്ളാഹു അല്ല മായി ഭാഗത്ത് സുലഭമായി കിട്ടുന്ന അരിഷ്ടം കുടിച്ചാൽ ഇങ്ങനെ ഒരു വർത്താനം പറയുന്നത്. മൂപ്പരരിഷ്ടത്തിന്റെ കുപ്പി നടുപൊളിച്ച് അരയിൽ തിരികെ. സാധാരണക്കാരനൊന്നും അല്ല, ചില്ലറക്കാരനല്ല, ജില്ലാ SYSന്റെ പ്രസിഡന്റ് ഇവരെ കൂട്ടത്തിലെ വലിയ കോജയാണ് പറയുന്നത്. ആവട്ടെ, എന്നിട്ടോ ഈ അരിഷ്ടക്കുപ്പി ഇവരെന്റെ പിന്നാലെ 10 മണി ഒന്നിച്ചു കൂടിയപ്പോ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ അരിഷ്ടക്കുപ്പിയോട് ഒരൊറ്റ ഏറാണ് കൊടുത്ത് റോട്ടിൽ കിടന്നിട്ട് ചിലി 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 എന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് പാഞ്ഞ് തടിവെപ്പുണ്ടായി. അങ്ങനെ പാഞ്ഞ് തടിയപ്പിയിട്ട് പോട്ടെ, ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന് സ്ഥലമൊന്നും ഇപ്പൊ പറയില്ല. ടൗണിൽ വന്നപ്പോ അവിടെ ഒരു കൂട്ടര് കൊടി കെട്ടുന്നുണ്ട്. ഓരോട് പറഞ്ഞു അവിടെ കോളേജിന്റെ അടുത്ത് ഇങ്ങള് കെട്ടിയ കൊടി മുഴുവൻ വലിച്ചിട്ടിട്ടുണ്ട്. ഇവര് പോയിട്ട് നിരത്തിയാണ് കണ്ടോ? ഇവര് ഫിത്തനുണ്ടാക്കുന്നതിന്റെ കോലാണത്, ആളുകളെ തമ്മിലടുപ്പിക്കുന്നതിന്റെ കോലാണത്. ഒരരിഷ്ടക്കുപ്പിന്റെ കഷ്ണം കൊണ്ട് 50 ആള് നേരിട്ടും പോലെ നിരത്തി അങ്ങ് തല്ലുകയും ചെയ്യും. ഇങ്ങനെ പച്ചക്കള്ളം ഇതൊക്കെ നമുക്ക് സഹിക്കാം, ഇതൊക്കെ നമുക്ക് സഹിക്കാം. അത് അവരവരുടെ വ്യക്തിപരമായ കാര്യമാണ്. എന്നാൽ പരിശുദ്ധമായ ഖുർആനിൽ പോലും കളവ് പറയാനും വെട്ടിപ്പും തട്ടിപ്പും നടത്താനും മടിയില്ലാത്തവരായി കാന്തപുരം വിഭാഗത്തിലെ പണ്ഡിതന്മാരാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അതപ്പതിച്ചു പോകുന്നത് എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുക? നോക്കൂ നിങ്ങൾ, ഫാറൂഖ് നഈമി എന്ന് പറയുന്ന കൊല്ലക്കാരൻ മുസ്ലിയാര് പരിശുദ്ധമായ ഖുർആനിലൊരു ശുദ്ധ തട്ടിപ്പ് നടത്തുന്നു. നിങ്ങളൊന്ന് കേൾക്കൂ. അതും നമുക്കൊക്കെ സുപരിചിതമായ ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന യാസീൻ സൂറത്തിൽ തട്ടിപ്പ് പക്ക വെട്ടിപ്പ് നടത്തുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. അവിടെ ഒരാളുടെ കയ്യിൽ നിന്നും മുടിയിട്ട വെള്ളത്തിന് പൈസ വാങ്ങിയിട്ടില്ല. ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ച ചെറുപ്പക്കാരെ, നാളെ അള്ളാന്റെ കോടതിയിൽ വരണ്ടേ മോനെ? ഇത് കെട്ടിയ കൈ റബ്ബിന്റെ മുമ്പിൽ സംസാരിക്കുമ്പോ ഈ കള്ളത്തിന് സപ്പോർട്ട് ചെയ്തതിന് കളവ് പറഞ്ഞു ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്ദിബൂൻ. കളവ് പറഞ്ഞതിന്റെ സാക്ഷ്യം സംസാരിക്കുന്നതാരാണ്? ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്ദിബൂൻ. നോക്കൂ നിങ്ങൾ, ബിമാ കാനൂ യക്ദിബൂൻ അത്ര. നമ്മളൊക്കെ മുസാഫിൽ എന്താ ഉള്ളത്? ബിമാ കാനൂ യക്സിബൂൻ. മാമാന്റെ മുസാഫിലോ ബിമാ കാനൂ യക്ദിബൂൻ. യക്ദിബൂന് തെറ്റിച്ച് ഓതിയത് മാത്രമല്ല, അതിനനുസരിച്ച് അർത്ഥം വെക്കുന്നു, അതിനനുസരിച്ച് പരിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാനത്തെ അർത്ഥത്തെ വളച്ചൊടിക്കുന്നു. എന്തിന് ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കച്ചവടാവശ്യാർത്ഥം മാത്രം സൂക്ഷിക്കുന്ന മുടിയെ ന്യായീകരിക്കാനും ആ മുടിക്കെതിരെ ജിഹാദ് നടത്തുന്ന SKSകാരൻ നരകത്ത് കൊണ്ടുപോയി തള്ളാനും പരിശുദ്ധമായ ഖുർആനിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നു. ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ്, ഞങ്ങളറിയില്ല, ഞങ്ങളുടെ നേതാവല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പരിശുദ്ധമായ ഖുർആനിന്റെ പേരിൽ, അള്ളാഹുവിന്റെ പേരിൽ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ പോലും പച്ചക്കള്ളങ്ങൾ പറയുന്നവരായി കാന്തപുരം വിഭാഗം അതപ്പതിച്ചിരിക്കുന്നു. ഇതൊക്കെ പറയുമ്പോ സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് ഒരു ചെറിയ സംശയം, അതും കൂടി കേൾപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് മൂപ്പരെ കുറിച്ച് പറഞ്ഞില്ല എന്നൊരു പരാതി മൂപ്പർക്ക് വേണ്ട. അതുകൊണ്ട് മൂപ്പരെ സംശയം കൂടി ഒന്ന് കേൾക്ക്. കളവും അപ്പൊ ഏത് കളവും എങ്ങനെ തലയെ കെട്ടി പറയുന്നത് എനിക്ക് മനസ്സിലാകില്ല. അതങ്ങനെ അങ്ങക്കും മനസ്സിലാവാത്ത
അതന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഈ തലപ്പാവും കെട്ടി പണ്ഡിത വേഷം ധരിച്ച് വലിയ താടിയും വെച്ച് മൈക്കിന്റെ മുന്നിൽ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഒരുപാട് ആളുകളെ വിഡ്ഢികളാക്കിയിട്ട് ഈ പച്ചക്കള്ളങ്ങൾ ആരെക്കുറിച്ചാണ്, എന്തിനെക്കുറിച്ചാണ്, എന്തിനാണ്, എന്താണ് പറയുന്നത് എന്നൊന്നും ആലോചിക്കാതെ പച്ചക്കളവ് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധ്യമാവുന്നു? അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. പടച്ച റബ്ബിന്റെ കോടതിയെക്കുറിച്ചുള്ള ചിന്തയല്ല, ഈ ദുനിയാവിലെ സുഖസൗകര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് ഇവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ദീന് വിഷയമല്ല, സുന്നത്ത് ജമാഅത്ത് വിഷയമല്ല, അവർക്ക് വിഷയം ഭൗതികമായ താൽപര്യങ്ങളാണ്. അതിനുവേണ്ടി അവർ തമ്മിലെടുപ്പിക്കുന്നു, അതിനുവേണ്ടി അവർ ഭിന്നിപ്പിക്കുന്നു, അതിനുവേണ്ടി അവർ കച്ചവടം നടത്തുന്നു. ഇവരെ ഒറ്റപ്പെടുത്താനും ഇവരെ തിരിച്ചറിയാനും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താനുമുള്ള ഇച്ഛാശക്തിയാണ് നമ്മൾ കാണിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ പരിപാടിയുമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിക്കുന്ന കാലം മുഴുവൻ ഇസ്സത്തോടുകൂടി അഭിമാനത്തോടുകൂടി ജീവിക്കാനും അവസാനം മരണം ഖൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉറക്കെ ചൊല്ലി മരിക്കാനും നാളെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനും അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ബിസിനസ്സുകളിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈമാൻ കാമിലായി മരിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അർഹം ലി ഉമ്മത്തി സയ്യിദിനാ